ബസ്കിയാമോസ് ഫെലോഷിപ്പിന്റെ 4ാമത് ബാച്ചിന്റെ ഇനോഗ്രൽ സെഷനാണ് ഇന്ന് നമ്മൾ ഒത്തുകൂടിയിരിക്കുന്നത്. പ്രോഗ്രാമിലേക്ക് കടക്കട്ടെ. ഓപ്പണിംഗ് പ്രയർ മിസസ് ഡെയ്സി എബ്രഹാം. പ്രാർത്ഥിക്കാം. കേൾക്കാമല്ലോ? കേൾക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല സന്ധ്യാസമയത്തിനായിട്ട് നന്ദിയോട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സംഭവപരമായ ഒരു പകൽക്കാലം ഞങ്ങൾ ഇന്ന് കടന്നുപോയി കർത്താവേ. സൂം പ്ലാറ്റ്ഫോമിൽ കൂടി ഞങ്ങൾക്ക് ഒരു പ്രാവശ്യം കൂടെ ദൈവസന്നിധിയിൽ അടുത്തു വരുവാൻ തന്ന വലിയ അവസരത്തിനായിട്ട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഇന്ന് കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് നേതൃത്വം നൽകുവാനും ഈ കർത്താവേ സഭാ സെക്രട്ടറി ABT മാമനച്ഛനും കടന്നു വന്നിട്ടുണ്ടല്ലോ കർത്താവേ. അച്ഛന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവേ. സഭയ്ക്ക് ഉചിതമായ നേതൃത്വം നൽകാൻ തക്കോണം നിന്റെ മകന്റെ കൂടി നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സുജിത്ത് അച്ഛനായിട്ട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. കഴിഞ്ഞ കാലങ്ങളിലെ ഞങ്ങളുടെ ബസ്കിയാമോസ് ഫെലോഷിപ്പിന്റെ മാർബിൾസിന്റെ ക്ലാസ്സുകളിൽ നൽകുന്ന നേതൃത്വത്തിനായിട്ട് നന്ദിയോട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവേ. അനേക ആളുകളുടെ സഹകരണത്തിൽ കൂടിയാണല്ലോ കർത്താവേ കഴിഞ്ഞ 3 ബാച്ചുകൾ മാർബിൾസ് ആയിട്ട് ക്ലാസ്സുകളൊക്കെ നടത്തുവാൻ ഞങ്ങളുടെ കൊച്ചുമ്മമാർക്കൊക്കെ പ്രയോജനപ്രദമായുള്ള ആശയങ്ങളൊക്കെ സംവേദനം ചെയ്യുവാൻ കൊണ്ട് ദൈവമേ നീ സഹായിച്ചത്. 4ാമത്തെ ബാച്ച് കർത്താവെ ഇന്ന് തുടങ്ങുകയാണല്ലോ കർത്താവെ. ഇതിന്റെ ഉദ്ദേശം എന്താണെന്ന് കർത്താവ് മുന്നമേ അറിയുന്നതിനായിട്ട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഈ ബാച്ചിൽ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നതായ 34 കൊച്ചമ്മമാരെയും ദൈവസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു കർത്താവെ. ഓരോ ക്ലാസ്സുകളും കൃത്യമായിട്ട് കേൾക്കുവാന്, അതിൽ കൂടി ലഭിക്കുന്നതായ ഉപദേശങ്ങളെ കർത്താവെ സന്ദേശങ്ങളൊക്കെ ശരിയായ രീതിയിൽ ഉൾക്കൊള്ളുവാന്, അതിനനുസരിച്ച് ജീവിതത്തിൽ വേണ്ടതായ മാറ്റങ്ങൾ വരുത്തുവാന് കർത്താവെ ഞങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിലെ കർത്താവെ അതിൽ കൂടി നല്ല സാക്ഷ്യം നിർവഹിപ്പാൻ തക്കണം കർത്താവെ. എല്ലാവരെയും നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വിവിധങ്ങളായ ക്ലാസ്സുകൾ എടുക്കുന്ന എല്ലാവരെയും ഞങ്ങൾ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. കൊച്ചമ്മമാര്, അച്ഛന്മാര് എല്ലാവരും ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്നല്ലോ കർത്താവെ. അവരെടുക്കുന്നതായ ക്ലാസ്സുകളൊക്കെ ഞങ്ങളുടെ തുടർന്നുള്ളതായ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും ഉചിതമായിരിക്കാൻ തക്കണം നാഥ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബസ്കിയാമോസ് ഫെലോഷിപ്പിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നേർന്നു നൽകുന്നതായ കർത്താവെ ഉഷ കൊച്ചമ്മയ്ക്കായിട്ട്, ഫെബി കൊച്ചമ്മയ്ക്കായിട്ടൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കമ്മിറ്റി മെമ്പേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മാർബിൾസിന് നേർന്നു നൽകുന്ന ലിറ്റി കൊച്ചമ്മയും മറ്റു കൊച്ചമ്മമാരെ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒന്നിച്ചുള്ളതായ പ്രവർത്തനങ്ങൾ കർത്താവെ തുറന്നുള്ളതായ ഞങ്ങളുടെ മുൻപോട്ടുള്ള പോക്കിന് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ തൊക്കെ സഹായിക്കണമേ. ഇന്നു മുതൽ ആരംഭിക്കുന്ന മാർബിൾസ് ഏറ്റവും അനുഗ്രഹമായിട്ട് നടത്തുവാൻ തൊക്കെ സഹായിക്കണമേ. ഇതിൽ പങ്കെടുക്കുന്നവരെല്ലാം കൃത്യമായിട്ട് പങ്കെടുക്കുവാനുള്ള സാഹചര്യങ്ങളെയും സമയങ്ങളെയും സാവകാശങ്ങളെ എല്ലാം കർത്താവെ ഒരുക്കി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തന്ന നല്ല കൂട്ടായ്മയ്ക്കായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ പ്രസിഡന്റ് തിരുമേനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തിരുമേനിയുടെ നേതൃത്വത്തിൽ കൂടി കർത്താവെ ഞങ്ങളുടെ ബസ്കിയാമോസ് ഫെലോഷിപ്പ് അനുദിനം വളർന്നു വരുവാൻ തക്കണം ദൈവമേ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല ഈ അവസരത്തിനായിട്ട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദിയോട് സ്തോത്രം. എല്ലാം യേശുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമീൻ. കോമ്പയറിംഗിനായി ഫ്ലവിയ അനിൽ കൊച്ചമ്മ ക്ഷണിക്കുന്നു. കൊച്ചമ്മ ശേഷം. ഓക്കെ, താങ്ക് യു കൊച്ചമ്മ. കേക്കാവോ? കേക്കാം. ഓക്കെ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മലങ്കര മാർത്തോമാ സുറിയാനി സഭയിലെ ബസ്കിയമ്മമാർക്കായി സംഘടിപ്പിച്ച 6 മാസത്തെ ഓൺലൈൻ വിദ്യാഭ്യാസ സംരംഭമായ മാർബിൾസ് മാർത്തോമാ ബസ്കിയാമോസ് ലീഡർഷിപ്പ് എൻറിച്ച്മെന്റ് സ്കൂളിന്റെ 4th സീസണിന്റെ ഉദ്ഘാടന മീറ്റിംഗിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മാർബിൾസ് 2024-25 ഭാഗമായി വീണ്ടും ഓൺലൈൻ ക്ലാസ് മുറികളിലേക്ക് എത്തുവാൻ നമുക്ക് സാധിച്ചിരിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ നാം അനുഭവിച്ച നന്മകളെ ഓർക്കാം. ഭൂമി ചുട്ടുപൊള്ളുന്ന അനുഭവത്തിലായിരുന്നപ്പോൾ കൃപയുടെ തോരാമഴ അയച്ച സർവശക്തന് നന്ദി കരേറ്റാം. പ്രതിസന്ധികളിൽ തകർന്നപ്പോൾ ശക്തീകരിച്ച ദൈവത്തിന് സ്തോത്രം പാടാം. ദൈവം നമ്മെ ചേർത്ത് നിർത്തിയതുപോലെ ദുർബലരുടെ പക്ഷം ചേരുന്ന ആഴമായ ഐക്യദാർഢ്യത്തിന്റെയും ആഗോള സാഹോദര്യത്തിന്റെയും നവസംസ്കൃതി സൃഷ്ടിക്കാനാകണം. ഇല്ലാത്ത പക്ഷം കടുത്ത അന്തഛിദ്രത്തിന്റെയും അനാഗരികത്വത്തിന്റെയും നാളുകളാണ് മാനവരാശിയെ കാത്തിരിക്കുന്നത്. നല്ല നേതൃത്വമുള്ളവരാകുവാൻ, മാറ്റി നിർത്തുന്നവരെ ചേർത്ത് നിർത്തുവാൻ, അവഗണിക്കുന്നവരെ പരിഗണിക്കുവാൻ മാർബിൾസ് 2024-25 ക്ലാസുകളിലൂടെ, അതിന്റെ ചർച്ചകളിലൂടെ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മാർബിൾസ് 2024-25 4ാം സീസണിലേക്ക്
ഏവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി മനോഹരമായ ഒരു ഗാനത്തിനായി നമുക്ക് കാതോർക്കാം. മിസ് ഷീബ സാം കൊച്ചമ്മയെ ക്ഷണിച്ചുകൊള്ളുന്നു. കേൾക്കാമോ കൊച്ചമ്മേ? കേൾക്കാം കേൾക്കാം.
താങ്ക് യു ഷീബ കൊച്ചമ്മ. തങ്ങളുടെ മഹനീയ സാന്നിധ്യം കൊണ്ട് ഈ മീറ്റിംഗ് ധന്യമാക്കിയിരിക്കുന്ന ഏവർക്കും സ്വാഗതം ആശംസിക്കുന്നതിനായി മാർത്തോമ ബസ്കിയാമോസ് ഫെലോഷിപ്പിന്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ഫെബി എലിസബത്ത് മാത്യൂസ് കൊച്ചമ്മയെ ക്ഷണിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വേദപുസ്തകത്തിന്റെയും ചരിത്രത്തിന്റെയും വേദശാസ്ത്ര ഉൾക്കാഴ്ചകളുടെയും അടിസ്ഥാനത്തിൽ ബസ്കിയമ്മമാർ നേരിടുന്ന വെല്ലുവിളികളെയും പ്രായോഗിക ശുശ്രൂഷകൾക്കുമുള്ള നൈപുണ്യ വികസനത്തെയും വർദ്ധിപ്പിക്കാൻ ഉതകുന്ന ക്ലാസുകൾ ഉൾപ്പെടുന്ന മാർത്തോമ ബസ്കിയാമോസ് ലീഡർഷിപ്പ് എൻറിച്ച്മെന്റ് സ്കൂൾ മാർബിൾസിന്റെ 4ാമത് ബാച്ചിലേക്ക് നാം പ്രവേശിച്ചിരിക്കുന്നു. വ്യാപരിക്കുന്ന ദൈവകൃപയ്ക്കായിട്ട് ആദ്യമായിട്ട് സ്തോത്രം കരയറ്റുന്നു. ഇന്നത്തെ നമ്മളുടെ ഈ മീറ്റിംഗിന്റെ സൂം പ്ലാറ്റ്ഫോം ഹോസ്റ്റ് ചെയ്യുന്നത് മിസ്റ്റർ ബിജു സാം ദുബായ് ആണ്. പ്രിയപ്പെട്ട സാറിനോടുള്ള കടപ്പാട് ആദ്യമായിട്ട് ഞാൻ അറിയിച്ചുകൊള്ളുന്നു. ഇന്നത്തെ ഈ മീറ്റിംഗിന്റെ അധ്യക്ഷത വഹിക്കുന്നത് മാർത്തോമ ബസ്കിയാമോസ് ഫെലോഷിപ്പിന്റെ സെക്രട്ടറി ഡോക്ടർ അന്നമ്മ തോമസ് കൊച്ചമ്മയാണ്. കൊച്ചമ്മയുടെ നേതൃത്വം വളരെയധികം ശ്ലാഘനീയമാണ്. ബസ്കിയാമോസ് ഫെലോഷിപ്പിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങളും നേതൃത്വവും കഴിഞ്ഞ കാലങ്ങളിൽ കൊച്ചമ്മ നൽകിക്കൊണ്ടിരിക്കുന്നു. ഈ മാർബിൾസിന്റെ പ്രവർത്തനങ്ങൾക്കും കൊച്ചമ്മ നൽകുന്ന നേതൃത്വത്തെ ഞങ്ങൾ മാനിക്കുകയും ഈ മാർബിൾസ് 4ാമത്തെ ബാച്ചിന്റെ ഉദ്ഘാടന മീറ്റിംഗിലേക്ക് കൊച്ചമ്മയെ സസന്തോഷം സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ഇന്നത്തെ നമ്മളുടെ ഈ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട എബി ടി മാമനച്ചനാണ്. അച്ഛൻ നമ്മുടെ സഭാ സെക്രട്ടറി ആയിട്ട് ശുശ്രൂഷ ചെയ്യുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ അച്ഛൻ ഇരുന്ന ഇടവകകളിലും സ്ഥാപനങ്ങളിലും അനുഗ്രഹീതമായ ശുശ്രൂഷ നിവർത്തിച്ച ശേഷം സഭാ സെക്രട്ടറി എന്ന നിലയിലും അച്ഛൻ തന്റെ ശുശ്രൂഷ അനുഗ്രഹകരമായി തുടർന്നുകൊണ്ടിരിക്കുന്നു. ഹൃദ്യമായ പെരുമാറ്റത്തിന്റെ ഉടമയായ അച്ഛൻ ഞങ്ങളുടെ ഈ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്യുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. വളരെ ഹൃദ്യമായിട്ട് ബഹുമാനപ്പെട്ട എബി ടി മാമനച്ചനെ മാർബിൾസ് 4ാമത് ബാച്ചിന്റെ ഉദ്ഘാടന മീറ്റിംഗിലേക്ക് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ കോഴ്സിന്റെ ഡയറക്ടറായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട സുജിത് സാം മാമനച്ചനാണ്. മാർബിൾസിനെ പറ്റി പറയുമ്പോൾ അച്ഛന്റെ പേര് നമുക്ക് ഒഴിവാക്കാനായിട്ട് ഒരിക്കലും സാധിക്കുകയില്ല. ഈ ഓൺലൈൻ കോഴ്സിന്റെ കരിക്കുലം തയ്യാറാക്കുന്നതിൽ തുടങ്ങി ഓരോ ക്ലാസ്സിലും പങ്കെടുത്ത് 4ാമത്തെ ബാച്ചിന്റെ ഉദ്ഘാടന സമയം വരെ ഈ കോഴ്സിനോട് അച്ഛൻ കാണിക്കുന്ന ആത്മാർത്ഥത, അതുപോലെ ശുഷ്കാന്തി വളരെയധികം ശ്ലാഘനീയമാണ്. അച്ഛനെ ഏറെ ബഹുമാനത്തോടെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഫെസിലിറ്റേറ്റർ ആയിട്ട് പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട എബ്രഹാം ബി ഉമ്മനച്ചൻ ഇന്ന് ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നു. അച്ഛനും കൊച്ചമ്മയ്ക്ക് ഇന്ന് വളരെ സന്തോഷം നൽകുന്ന ഒരു ദിവസമാണ്. പ്രിയപ്പെട്ട മകൻ കർത്താവിന്റെ വയൽപ്രദേശത്തെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്ന ദിവസമായിരുന്നു ഇന്ന്. ഏറെ തിരക്കുകളുടെ മധ്യത്തിലും അച്ഛൻ നമ്മുടെ മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ട്. അച്ഛനെ വളരെയധികം സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം കൊച്ചമ്മ മാർത്തോമ ബസ്കിയാമോസ് ഫെലോഷിപ്പിന്റെ ട്രഷറർ എന്ന നിലയിൽ വളരെ കൃത്യതയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു കൊച്ചമ്മയാണ്. തിരക്കുകളാണ് ഈ ദിവസങ്ങളിൽ എങ്കിലും കണക്കുകളൊക്കെ കൃത്യമായി എഴുതി സൂക്ഷിക്കുന്ന കാര്യത്തിൽ കൊച്ചമ്മ ആർക്കും മാറ്റി നിർത്താൻ പറ്റുകയില്ല. ഒരു ചെറിയ ഒരു മിസ്റ്റേക്ക് പോലും വരുത്താത്ത വിധത്തിൽ കൊച്ചമ്മ തന്റെ ഉത്തരവാദിത്തം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. കൊച്ചമ്മയെ മീറ്റിൽ പങ്കെടുക്കുന്നു. നമ്മുടെ പ്രാരംഭ പ്രാർത്ഥന നടത്തിയത് കൊച്ചമ്മയാണ്. കൊച്ചമ്മയെ വളരെ സന്തോഷത്തോടെ അച്ഛനെയും കൊച്ചമ്മയും മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി സ്വാഗതം ചെയ്യുന്നത് നമ്മുടെ ഫെസിലിറ്റേറ്റേഴ്സായി പ്രവർത്തിക്കുന്ന കൊച്ചമ്മമാരാണ്. അവരുടെ വിലയേറിയ സമയം നമ്മുടെ മാർബിൾസ് കോഴ്സിന്റെ വിവിധ ക്ലാസ് സെഷൻസിലായിട്ട് നടക്കുന്ന ക്ലാസ്സുകളിൽ അവർ പങ്കെടുത്ത് വേണ്ട നേതൃത്വം നൽകുന്നു. പ്രിയപ്പെട്ട ഫെസിലിറ്റേറ്റേഴ്സായി പ്രവർത്തിക്കുന്ന എല്ലാ കൊച്ചമ്മമാരെയും വളരെ സന്തോഷത്തോടെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ ഇതിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്ന കോർ കമ്മിറ്റി അംഗങ്ങളായ കൊച്ചമ്മമാര്, ആ കൊച്ചമ്മമാരെ പ്രത്യേകം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ മാർത്തോമ ബസ്കിയാമോസ് ഫെലോഷിപ്പിന്റെ കമ്മിറ്റി അംഗങ്ങള് ഭദ്രാസന കൺവീനർമാരായ കൊച്ചന്മാർ മീറ്റിംഗിൽ പങ്കെടുക്കുന്നു.
ബിസ്കിയാമോസ് ഫെലോഷിപ്പിന്റെ എല്ലാവിധമായ പ്രവർത്തനങ്ങൾക്കും കൈത്താങ്ങൽ നൽകിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട കൊച്ചമ്മമാരെ ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്നത്തെ ഈ മീറ്റിംഗില് വിവിധ ശുശ്രൂഷകൾ ചെയ്യുന്ന പ്രാരംഭ പ്രാർത്ഥന നടത്തിയ ഡെയ്സി കൊച്ചമ്മ, അതുപോലെ തന്നെ മനോഹരമായ ഒരു ഗാനം ആലപിച്ച ഷീബ സാം കൊച്ചമ്മ, കോമ്പയർ ചെയ്യുന്ന ഫ്ലാവിയ അനിൽ കൊച്ചമ്മ, ആശംസാ പ്രസംഗങ്ങൾ നടത്തുന്ന മാർത്തോമ ബിസ്കിയാമോസ് ഫെലോഷിപ്പ് മുൻ സെക്രട്ടറി ബഹുമാനപ്പെട്ട സൂസമ്മ ജോർജ് മാത്യു കൊച്ചമ്മ, അതുപോലെ തന്നെ ആൻസി ബാബു കൊച്ചമ്മ, പ്രിയപ്പെട്ട എല്ലാ കൊച്ചമ്മമാരെയും, സമാപന പ്രാർത്ഥന നിർവഹിക്കുന്ന ആശ വർഗീസ് കൊച്ചമ്മ, പ്രിയപ്പെട്ട എല്ലാ കൊച്ചമ്മമാരെയും സന്തോഷത്തോടെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് ഒക്കെ തയ്യാറാക്കുന്നതിന് ഞങ്ങളെ സഹായിച്ചത് നമ്മുടെ പേൾസ് ഓഫ് വിസ്ഡം യൂട്യൂബ് ചാനലിന്റെ കൺവീനറായി പ്രവർത്തിക്കുന്ന ജോൺ സി മറിയം കൊച്ചമ്മയാണ്. കൊച്ചമ്മയെ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ട്. കൊച്ചമ്മയെ സന്തോഷത്തോടെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ നമുക്ക് ഏറെ എടുത്തു പറയേണ്ട ഒരു പേരാണ് ഈ 4ാമത് ബാച്ചിന്റെ കൺവീനറായിട്ട് പ്രവർത്തിക്കുന്ന ലിറ്റി റെന്നി കൊച്ചമ്മ. ശരിക്കും ജൂൺ മാസം 10-ാം തീയതി കൂടിയ 10-ാം തീയതിയാണ് 4ാമത് ബാച്ചിനെ പറ്റിയുള്ള ചർച്ചകൾ ആരംഭിക്കുന്ന കോർ കമ്മിറ്റി കൂടിയത്. അന്ന് തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഈ ഒരു മാസത്തിനുള്ളിൽ 35 പഠിതാക്കളെ കണ്ടെത്തുവാൻ തക്കവണ്ണം കൊച്ചമ്മ പ്രയത്നിച്ചു. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വളരെ ചുറുചുറുക്കോടുകൂടി ഈ മീറ്റിംഗ് ഇന്നത്തെ രീതിയിൽ ക്രമീകരിക്കാൻ തക്കവണ്ണമുള്ള എല്ലാ നേതൃത്വവും കൊച്ചമ്മ എടുത്തു. കൊച്ചമ്മയെ വളരെ സന്തോഷത്തോടെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഏറ്റവും സന്തോഷത്തോടെ പറയാനായിട്ടുള്ളത് ഇന്ന് ഈ കോഴ്സിലെ ഇന്നു അരമണിക്കൂറിന് മുമ്പ് ഒരു കൊച്ചമ്മ ജോയിൻ ചെയ്തു. അങ്ങനെ 35 കൊച്ചമ്മമാരെ നമ്മുടെ മാർബിൾസ് 4ാമത് ബാച്ചിൽ പങ്കെടുക്കുവാനായിട്ട് പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ കൊച്ചമ്മമാരുടെ സാന്നിധ്യം അല്ലെങ്കിൽ കൊച്ചമ്മമാരുടെ പങ്കാളിത്തമാണ് ഈ മാർബിൾസ് എന്ന കോഴ്സിന്റെ വിജയവും. അപ്പോൾ അതുകൊണ്ട് ഈ കൊച്ചമ്മമാരുടെ സാന്നിധ്യത്തെ വളരെയധികം വിലമതിക്കുന്നു. ഇപ്പോൾ ഒരു സ്കൂൾ നടത്തണമെങ്കിൽ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം അവിടുത്തെ കുട്ടികൾ തന്നെയാണ്. കുട്ടികളില്ലെങ്കിൽ അധ്യാപകരുണ്ടായാലും പഠിപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. അപ്പം ഇത്രയും കൊച്ചമ്മമാരെ ഈ 4ാമത് ബാച്ചിൽ പങ്കെടുത്തതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഈ 35 കൊച്ചമ്മമാരെയും വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഒരു അപേക്ഷയുണ്ട്, ആരും ഇടയ്ക്ക് അത് കോഴ്സ് നിർത്തിയിട്ട് പോകരുത്. എല്ലാ ക്ലാസ്സിലും എല്ലാവരും അറ്റൻഡ് ചെയ്യാനായിട്ട് ഉത്സാഹിക്കണം. ആഴ്ചയിൽ ഒരു ദിവസം മാത്രമുള്ള ഈ കോഴ്സിലേക്ക് പങ്കെടുക്കാനായിട്ട് പേര് രജിസ്റ്റർ ചെയ്ത് ഇന്ന് പങ്കെടുക്കുന്ന 35 കൊച്ചമ്മമാരെയും വളരെ സന്തോഷത്തോടെ ഈ മീറ്റിംഗിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇനിയും ആരെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. ബഹുമാനപ്പെട്ട ഫെബി എലിസബത്ത് കൊച്ചമ്മയും ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. താങ്ക് യു കൊച്ചമ്മ. നല്ല നിർദ്ദേശങ്ങളിലൂടെയും ആലോചനകളിലൂടെയും മാർത്തോമ ബസ്കിയാമോസ് ഫെലോഷിപ്പിന് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ അന്നമ്മ തോമസ് കൊച്ചമ്മയെ അധ്യക്ഷ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. ഇത്രയും സ്നേഹവും ബഹുമാനവുമുള്ള നമ്മുടെ സഭാ സെക്രട്ടറി എബി മാമനച്ചൻ, നമ്മുടെ ഫാക്കൽറ്റിയായി പ്രവർത്തിക്കുന്ന എബ്രാം ബി ഉമ്മനച്ചൻ, മാർബിൾസിന്റെ കോഴ്സ് ഡയറക്ടർ സുജിസാം മാമനച്ചൻ, MDBF സെക്രട്ടറി ഫെബി കൊച്ചമ്മ, MDBF ട്രഷറർ ഡെയ്സി കൊച്ചമ്മ, കോഴ്സ് കോർഡിനേറ്റർ ആയി പുതുതായി ചുമതലയിൽ പ്രവേശിച്ച ലിറ്റി കൊച്ചമ്മ, മാർബിൾസ് ഫാക്കൽറ്റിയായി പ്രവർത്തിക്കുന്ന കൊച്ചമ്മമാർ, കഴിഞ്ഞ 3 വർഷങ്ങളെ അലുമിനായി, ഈ വർഷം രജിസ്റ്റർ ചെയ്ത കൊച്ചമ്മമാർ, ഈ സൂം പ്ലാറ്റ്ഫോമിൽ പ്രവേശിച്ചിരിക്കുന്ന മറ്റു കൊച്ചമ്മമാർ, ഏവർക്കും ക്രിസ്തു യേശുവിൽ സ്നേഹവന്ദനം. എബിയച്ചനെ നമ്മുടെ ഉദ്ഘാടനത്തിനായി ക്ഷണിച്ചപ്പോൾ അച്ഛൻ യാതൊരു മടിയും കൂടാതെ ഏറ്റവും സന്തോഷത്തോടു കൂടി നമ്മുടെ ക്ഷണം സ്വീകരിച്ചു. അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും ആദ്യമേ തന്നെ ഞാൻ പ്രകാശിപ്പിക്കട്ടെ. MDBFന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ പ്രസിഡൻഷ്യൽ അഡ്രസ് നിർവഹിക്കാനുള്ള അവസരം ഇപ്രാവശ്യം കൂടിയാണ് എനിക്കുള്ളത്. അതുകൊണ്ട് തന്നെ നന്ദി പ്രകാശനത്തിനുള്ള ഒരു അവസരമായി കൂടി ഞാൻ ഇതിനെ കാണുകയാണ്. 2022 നവംബർ 19 ഞാനും ഫെബി കൊച്ചമ്മയും ഡെയ്സി കൊച്ചമ്മയും ചുമതലയിൽ പ്രവേശിച്ചത് മുതൽ മാർബിൾസിന്റെ 2nd ബാച്ചിന്റെ വാലഡിക്ടറി, 3rd ബാച്ചിന്റെ ഇനോഗ്രൽ ആൻഡ് വാലഡിക്ടറി, ഇപ്പോൾ 4th ബാച്ചിന്റെ ഇനോഗ്രൽ മീറ്റിംഗ് ഇത്രയും ക്രമീകരിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ ശക്തീകരിച്ചു. ഇതിനെല്ലാം പൂർണ്ണ പിന്തുണ നൽകിയ കോഴ്സ് ഡയറക്ടർ സുജിത്തച്ഛനോടും 2nd ബാച്ചിന്റെ കോർഡിനേറ്ററായി പ്രവർത്തിച്ച ജ്യോതി കൊച്ചമ്മയോടും 3rd ബാച്ചിന്റെ കോർഡിനേറ്ററായി പ്രവർത്തിച്ച അനമ മാത്യു ബിൻസി കൊച്ചമ്മയോടും
ഇപ്പോഴത്തെ പുതിയ കോർഡിനേറ്റർ ലിറ്റി റെനി കൊച്ചമ്മ ആൻഡ് ഫാക്കൽറ്റിയായി പ്രവർത്തിച്ച എല്ലാ കൊച്ചമ്മമാരും ഓരോരുത്തരോടും ഞങ്ങൾ 3 പേരുടെയും അഗൈതവുമായ നന്ദി ആദ്യമേ തന്നെ ഞാൻ പ്രകാശിപ്പിക്കട്ടെ. മാർത്തോമ ബെസ്കിയാമോസ് ലീഡർഷിപ്പ് എൻറിച്ച്മെന്റ് സ്കൂൾ മാർബിൾസ് പേരിനാൽ തന്നെ അന്വർത്ഥമായിരിക്കുന്നു. ഉരഞ്ഞുരഞ്ഞ് മിനുസമായിത്തീരുന്ന മാർബിൾ പോലെ ഏത് കടുപ്പമേറിയ കാലാവസ്ഥയെയും അതിജീവിക്കാൻ പ്രാപ്തമാകുന്ന അവസ്ഥയിലേക്ക് എത്തുവാൻ, എന്നാൽ മാർബിൾ പോലെ തന്നെ നനനനുത്ത അനുഭവം സ്പർശിക്കുന്ന ഏവർക്കും ലഭിക്കുവാൻ ഈ കോഴ്സ് അറ്റൻഡ് ചെയ്യുന്ന കൊച്ചമ്മമാർക്ക് സാധ്യമാകട്ടെ എന്ന് ഞാൻ ആദ്യമേ തന്നെ ആശംസിക്കുകയാണ്. ഒരു ചെറിയ ചിന്ത പങ്കുവെക്കുന്നു. ഉൽപ്പത്തി 24:63. വൈകുന്നേരത്ത് ഇസഹാക്ക് ധ്യാനിപ്പാൻ വെളിം പ്രദേശത്ത് പോയിരുന്നു. ധ്യാനിപ്പാൻ പോകുന്ന ഇസഹാക്ക്. ധ്യാനം മനസ്സിന്റെ ശബത്താകുന്നു എന്ന് ചിന്തകർ പറയുന്നു. ധ്യാനം മനസ്സിന്റെ ശബത്താകുന്നു. എന്നാൽ എന്താണ് ധ്യാനം മനസ്സിന്റെ ശബത്താണ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ശബത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വേലയിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നത് മാത്രമല്ല, മാനസികമായി ഒരുക്കത്തിനുള്ള ഒരു സമയം കൂടിയാണ് ശബത്ത് എന്നത്. ധ്യാനവും അപ്രകാരം തന്നെയാണ്. പുതിയ ആഴ്ചയിലേക്കുള്ള ഊർജം നിറയ്ക്കുവാൻ, സ്വസ്ഥമായി ദൈവത്തിൽ നിന്നും പ്രാപിക്കുവാനുള്ള അവസരമാണ്. അപ്രകാരം ലഭിക്കുന്ന ഊർജം പുതിയ ആഴ്ചയിൽ പ്രവർത്തിക്കാനുള്ള ഉത്തേജകമാണ്. നാം ഒക്കെയും കിച്ചണിൽ ജോലി ചെയ്യുന്നവരാണ്. നൈഫ് ഉപയോഗിച്ച് മീറ്റും വെജിറ്റബിളും നമ്മൾ കട്ട് ചെയ്യാറുണ്ട്. എന്നാൽ കട്ടിംഗ് തുടങ്ങുന്നതിന് മുൻപായി അതിന്റെ മൂർച്ച പരിശോധിക്കാറുണ്ടോ? അഥവാ ഷാർപ്പൻ ചെയ്യാറുണ്ടോ? ചിലർ അത് സ്ഥിരമായി ചെയ്യും. എൻ്റെ ഒരു സഹായിയുണ്ട്. പിച്ചാത്തി എടുത്താലുടൻ ചട്ടിയിൽ ഉരച്ച് മൂർച്ച വരുത്തും. ചിലർ മൂർച്ച പോയാൽ മാത്രമേ ഷാർപ്പൻ ചെയ്യാറുള്ളൂ. മറ്റു ചിലർ മൂർച്ച പോയാലും ഇത്രയൊക്കെ മതി എന്ന് വെച്ച് ഉള്ള അവസ്ഥയിൽ ഉപയോഗിക്കും. വേറെ ചിലർ അങ്ങനെ ഒരു ശ്രമമേ നടത്താറില്ല. അതിനെപ്പറ്റി അറിയുകയും ഇല്ല. ഉപയോഗശൂന്യമായതാവും എന്ന് കരുതി പുതിയതൊന്ന് വാങ്ങും. അതെ, ഞാൻ പറഞ്ഞു, നാം നമ്മുടെ മൂർച്ചകൾ വരുത്തുന്ന കത്തിയുടെ മൂർച്ചയെ പറ്റി ഞാൻ 4 ഭാവങ്ങളാണ് പറഞ്ഞത്. ചിലർ അത് ദിവസേന മൂർച്ച വരുത്തും. ചിലർ മൂർച്ച പോകുമ്പോൾ വരുത്തും. മറ്റു ചിലർ മൂർച്ച പോയാലും ഇത്രയൊക്കെ മതി എന്ന് വെച്ച് ഉള്ള അവസ്ഥയിൽ ഉപയോഗിക്കും. വേറെ ചിലർ അങ്ങനെ ഒരു ശ്രമമേ നടത്താറില്ല. അതിനെ കൈവിട്ടിട്ട് പുതിയ ഒന്നിനായി കാക്ഷിക്കുന്നു. ഉപയോഗശൂന്യമായതാണെന്നാണ് അവർ ചിന്തിക്കുന്നത്. മീൻപിടുത്തക്കാരൻ തന്റെ വല നന്നാക്കുവാൻ ഉപയോഗിക്കുന്ന സമയം വൃഥാവാണോ? പുല്ലരിയുന്നവൻ തന്റെ അരിവാൾ പാറയിൽ വെച്ച് ഉരച്ച് മൂർച്ച കൂട്ടുന്നത് വൃഥാവാണോ? അതിലൂടെ എന്താണ് അവർ നേടുന്നത്? തന്റെ വേലയുടെ കൃത്യത, വേഗത ഒക്കെ കൂട്ടുകയാണ് ചെയ്യുന്നത്. എൻറിച്ചിങ് ദ എഫിഷ്യൻസി ആൻഡ് ആക്യുറസി. അതെ, എൻറിച്ചിങ് ദ എഫിഷ്യൻസി ആൻഡ് ആക്യുറസി ഏതു വേലയിലും അത് അത്യാവശ്യമാണ്. ഇന്ന് മാർബിൾസിന്റെ ഈ 4th ബാച്ചിൽ എൻറോൾ ചെയ്തിരിക്കുന്ന 35 കൊച്ചമ്മമാർ, അവരെ ഞാൻ ആത്മാർത്ഥമായി അഭിനന്ദിക്കുകയാണ്. എല്ലാ ഭാവുകങ്ങളും നേരുകയാണ്. ആഴ്ചയിൽ 1.5 മണിക്കൂർ അവർ നഷ്ടമാക്കുകയല്ല, മറിച്ച് കൂടുതൽ മൂർച്ച കൂട്ടുകയാണ്. എന്തിന്? കൃത്യത, കാര്യക്ഷമത നേടുകയാണ്. സൺഡേ സ്കൂളിൽ നിന്നും, ഇടവകയിൽ നിന്നും, കെട്ടുറപ്പുള്ള ഭവനാന്തരീക്ഷത്തിൽ നിന്നും അവശ്യം വേണ്ട അറിവുകൾ നേടിയവരാണ് വിവാഹബന്ധത്തിലൂടെ മിനിസ്ട്രിയിലേക്ക് വന്ന നമ്മുടെ ബെസ്കിയോമ്മമാർ. അവർക്ക് അറിവില്ലാഞ്ഞല്ല, എന്നാൽ അതിനെ മാറ്റുകൂട്ടുക അഥവാ ഉരച്ച് മൂർച്ച കൂട്ടുക. നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ കൂടുതൽ കാര്യക്ഷമതയോടെ, കൂടുതൽ കൃത്യതയോടെ ആകുവാൻ ഈ കോഴ്സ്, ഈ എൻറോൾ ചെയ്ത ഈ 35 കൊച്ചമ്മമാർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. അവർക്കായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ ഒരു അവസരത്തിൽ പ്രസിഡൻഷ്യൽ അഡ്രസ് നിർവഹിക്കാൻ എനിക്ക് അവസരം തന്ന നിങ്ങൾ എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. താങ്ക് യു കൊച്ചമ്മ. മാർബിൾസ് 2024 സുപ്രധാന ചടങ്ങിലേക്ക് കടക്കാനാവുന്നതിൽ ഏറെ സന്തോഷവും കൃതാർത്ഥതയും. വൈവിധ്യമാർന്ന ഇടങ്ങളിൽ, വെല്ലുവിളികൾ നിറഞ്ഞ മേഖലകളിൽ നമ്മുടെ ബസ്കിയമ്മമാരെ ശാക്തീകരിക്കുന്നതിനും സജ്ജരാക്കുന്നതിനും മുൻകാലങ്ങളിലെ മാർബിൾസ് കോഴ്സുകളിലൂടെ സാധിച്ചിട്ടുണ്ടെന്നുള്ളത് ഏറെ അഭിമാനകരമത്രേ. അതുകൊണ്ട് തന്നെ ഈ കോഴ്സ് അതിന്റെ 4ാം ബാച്ചിലേക്ക് കടന്നിരിക്കുന്നു. ഈ അവസരത്തിൽ നമ്മുടെ കോഴ്സിന്റെ ഉദ്ഘാടനത്തിനായി
നേതൃത്വ ശൈലി കൊണ്ടും കൃത്യമായ ഇടപെടലുകൾ കൊണ്ടും നമുക്ക് ഏവർക്കും മാതൃകയാക്കാവുന്ന വ്യക്തിത്വത്തിനുടമയായ മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ സഭാ സെക്രട്ടറി ബഹുമാനപ്പെട്ട എബി ടി മാമനച്ചനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് അച്ഛാ. കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. ഓക്കെ, ഗുഡ്. ഏറ്റവും ബഹുമാനമുള്ള അച്ഛന്മാരെ, കൊച്ചമ്മമാരെ, പ്രത്യേകിച്ച് ഈ കോഴ്സിന്റെ ചുമതലയിലായിരിക്കുന്ന ഇതിന്റെ നടത്തിപ്പുകാര്, വിശിഷ്യ ഇന്നത്തെ ഈ മാർബിൾസിന്റെ 4th ബാച്ചിന്റെ ഈ ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന കൊച്ചമ്മ, എല്ലാവർക്കും ദൈവനാമത്തില് സ്നേഹ വന്ദനം. ഇന്ന് ഈ ഒരു പ്രോഗ്രാമിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനായിട്ട് നിങ്ങൾ എന്നെ ക്ഷണിച്ചതിലും അല്ലെങ്കിൽ അപ്രകാരം എന്നെ തിരഞ്ഞെടുത്തതിനുള്ളതായ നന്ദിയും സ്നേഹവും ആദരവും ഞാൻ ആദ്യമേ തന്നെ അറിയിക്കുകയാണ്. സ്നേഹപൂർവ്വം കൊച്ചമ്മ പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് അത്ര ഒരു സ്വല്പം തിരക്കുണ്ടായിരുന്നെങ്കിലും ചില പരിപാടികളൊക്കെ മാറ്റി വെച്ചിട്ട് ഞാൻ ഇന്നിവിടെ സംബന്ധിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ 7:45 വരെ ഇതിന്റെ പുരാത്തിയിൽ ഒരു മീറ്റിംഗ് ആയിരുന്നു. അപ്പോൾ ആ മീറ്റിങ്ങില് 3-4 അച്ഛന്മാര് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ അച്ഛന്മാരോട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ഒരു മാർബിൾസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛന്മാര് ചോദിച്ചു, അത് എന്താണ് എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞിങ്ങനെ ഈ കൊച്ചമ്മമാരുടെ ഒരു പ്രോഗ്രാമാണ് എന്ന് പറഞ്ഞപ്പോൾ അതിലൊരു അച്ഛൻ്റെ ഒരു സംശയം, ഈ അച്ഛന്മാരറിയാതെ കൊച്ചമ്മമാര് ഇതൊരു രഹസ്യ സംഘടനയാണോ, വലിയ എങ്ങനെ എന്തൊരു സംശയം. അതുകൊണ്ട് എനിക്ക് ആദ്യമേ പറയാനായിട്ടുള്ളത്, നിങ്ങളൊക്കെ ഈ അച്ഛന്മാരോട് ഈ ഒരു മാർബിൾസിനെ കുറിച്ച് പറയണം. അതുകൊണ്ട് ഈ നല്ല രീതിയിൽ ഇത് നടക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ അവരോട് പറയുകയും പങ്കുവെക്കുകയും ചെയ്യണമെന്ന് ഞാൻ പ്രാരംഭമായിട്ട് ഒരു പാസിംഗ് റെഫറൻസ് പറഞ്ഞുവെന്ന് മാത്രമേ ഉള്ളൂ. ഇതൊരു 4ാമത്തെ ബാച്ചാണ്. കഴിഞ്ഞ 3 ബാച്ചും നല്ല രീതിയിൽ പോയി എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഈ 4ാമത്തെ ബാച്ചിൻ്റെതായിട്ടുള്ള ആ ഒരു കരിക്കുലം ഒക്കെ ഒന്ന് ഓടിച്ച് നോക്കുവാനായിട്ട് ഇടയായി. വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത്രയും ആളുകൾ ഇതിനുവേണ്ടി ഒരു എഫേർട്ട് എടുത്ത് നമ്മളെ, അല്ലെങ്കിൽ കുറച്ച് നമ്പർ ഡസൻ മാറ്റർ, അല്ലെങ്കിൽ 35 35, 50 50, അതല്ലല്ലോ വിഷയം. ഇത്രയും പേർക്കെങ്കിലും ഈ ഒരു കുറച്ചുകൂടി ഒരു എൻലൈറ്റ്മെന്റും എൻറിച്ച്മെന്റും എൻഗേജ്മെന്റും ഒക്കെ ലഭിക്കാനായിട്ട് ഈ കോഴ്സിൽ കൂടെ സാധിക്കുന്നു എന്നുള്ളത് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു കാര്യം ആണ്. ഇംഗ്ലീഷിൽ ഇപ്രകാരം ഒരു പറച്ചിലുണ്ട്, ബി അപ്ഡേറ്റഡ് അതർവൈസ് യു വിൽ ബി ഔട്ട്ഡേറ്റഡ് എന്നൊരു പറച്ചിലുണ്ട്. ബി അപ്ഡേറ്റഡ് അതർവൈസ് യു വിൽ ബി ഔട്ട്ഡേറ്റഡ് എന്നൊരു പറച്ചിൽ ഉണ്ട്. ഇത് വളരെ വാസ്തവമായിട്ടുള്ള ഒരു കാര്യം ആണ്. അപ്പോൾ നമ്മൾ ജീവിക്കുന്നതായിട്ടുള്ള ഈ ഒരു സമൂഹത്തിൽ, അതായത് നമ്മുടേതായിട്ടുള്ള ഈ ഒരു ശുശ്രൂഷകളും സേവനങ്ങളും ചെയ്യുവാനായിട്ട് നമുക്കൊരു അപ്ഡേഷൻ ആവശ്യം ആണ്. കൊച്ചമ്മ ഈ മൂർച്ച കൂട്ടുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞു. തീർച്ചയായിട്ടും വളരെ സംഗതമായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നമ്മുടേതായിട്ടുള്ള ഈ പ്രവർത്തനങ്ങൾക്ക് മൂർച്ച കൂട്ടത്തക്ക രീതിയിൽ എന്തെങ്കിലും ഒക്കെ ഒരു എക്സസൈസ് ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ വാസ്തവമായ ഒരു കാര്യം ആണ്. അപ്പോൾ നമുക്കൊക്കെ ഈ തിരക്കിനിടയിലൊക്കെ തീർച്ചയായിട്ടും വാട്ട് ഈസ് ഹാപ്പനിങ് അറൗണ്ട് എന്നുള്ളത് ഒരുപക്ഷെ ഒരു നടക്കുന്ന എല്ലാ കാര്യങ്ങളും വായിച്ചു മനസ്സിലാക്കാനായിട്ട് പ്രയാസമുള്ള സാഹചര്യങ്ങളിൽ തീർച്ചയായിട്ടും ഒരു ക്യാപ്സൂൾ ഫോമില് നമുക്ക് ഇതുപോലെയുള്ള ഒരു കോഴ്സസിൽ കൂടി ലഭിക്കുന്നു എന്ന് പറയുന്നത് വളരെ നല്ല കാര്യം ആണ്. എന്ന് മാത്രമല്ല, നമ്മൾ അതിനുവേണ്ടി പണം ചെലവഴിച്ച് ദൂരെയെങ്കിലും പോവുകയൊന്നും പോകേണ്ട ആവശ്യമില്ല. നമ്മൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ ഈ സൂം പ്ലാറ്റ്ഫോമിൽ കൂടി ഇത് നിർവഹിക്കപ്പെടുന്നു എന്നത് സന്തോഷകരമായ ഒരു കാര്യം ആണ്. അപ്പോൾ ഈ കഴിഞ്ഞ 3 ബാച്ചിലും ഈ 4ാമത്തെ ബാച്ചിലും ഇതിന് നേതൃത്വം നൽകുന്നവരോടുള്ള എല്ലാവരോടുമുള്ളതായ അഭിനന്ദനം ഞാൻ അറിയിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളുടേതായ ഈ ഒരു മാർബിൾസിന്റെ പ്രവർത്തനങ്ങളിൽ കൂടി കൊച്ചമ്മമാര് മെച്ചപ്പെടുക എന്നതിനേക്കാൾ ഉപരി കൊച്ചമ്മമാരിൽ കൂടി അച്ഛന്മാരുടെ ശുശ്രൂഷയും അതോടൊപ്പം തന്നെ സഭയുടെ ആകമാനമായ ശുശ്രൂഷയും കൂടുതൽ ഒരു സമ്പന്നമാകട്ടെ, എൻറിച്ച്ഡ് ആകട്ടെ, എൻലൈറ്റൻഡ് ആകട്ടെ എന്ന് ഞാൻ പ്രാരംഭമായിട്ട് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് ഈ ഒരു കോഴ്സിൻ്റെതായിട്ടുള്ള ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്, വാട്ട്സ് ഹാപ്പനിങ് അറൗണ്ട്, നമ്മുടെ ചുറ്റുപാടും എന്താണ് നടക്കുന്നത്. നമുക്കറിയാം, നാം അറിഞ്ഞും അറിയാതെയും ലോട്ട്സ് ഓഫ്
ചേഞ്ചസ് ആർ ഹാപ്പനിങ് അറൗണ്ട്. ഒത്തിരി വ്യത്യാസങ്ങൾ നമ്മുടെ ചുറ്റുപാടും നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് നാം എല്ലാം അറിയണമെന്നില്ല. ചിലത് നാം അറിയുന്നു, വാർത്താ മാധ്യമങ്ങളിൽ കൂടെയും അല്ലെങ്കിൽ പ്രിന്റ് മീഡിയയിൽ കൂടെയും സ്ക്രീൻ മീഡിയയിൽ കൂടെയും ഒക്കെ നമ്മൾ അറിയുന്നു, മനസ്സിലാക്കുന്നു. എന്നാൽ ഈ ചേഞ്ചസ് ഈസ് നോട്ട് ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് ചേഞ്ചസ്. ഓരോ ചേഞ്ചസും ഓരോ ചലഞ്ചസ് ആണ് നമ്മുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഈ ചേഞ്ചസും കൂടിയൊക്കെ ഈ ഒരു ചലഞ്ചസ് എന്ന് പറയുന്നത് ഈ ഒരു വെറും ഒരു ചലഞ്ചസ് മാത്രം എന്നതിനേക്കാൾ ഉപരി ഈ ഒരു ചലഞ്ചസിൽ നമ്മുടേതായിട്ടുള്ള ആ ഒരു എങ്ങനെ നാം അതിനെ അഭിമുഖീകരിക്കണം, നമ്മുടേതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്, നമ്മുടേതായിട്ടുള്ള ഒരു സ്കോപ്പ് ഉണ്ട്, നമ്മുടേതായിട്ടുള്ള ഒരു പ്രവർത്തന മേഖലയുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ അതിനെ എങ്ങനെ അഭിമുഖീകരിക്കണം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ആണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് പറഞ്ഞു തരുവാനായിട്ട് ഇതുപോലെയുള്ള മേഖലകളിൽ പ്രവർത്തിക്കുകയും അനേകരോടൊക്കെ ഇടപെടുകയും ചെയ്യുന്നതായ അവരുടെ അറിവും അനുഭവവും ഒക്കെ നമുക്ക് വളരെ സന്തോഷകരമായ ഒരു കാര്യം ആണ്. അപ്പോൾ ഈ ചലഞ്ചസിനോടൊപ്പം തന്നെ അറിയാം, എവരി ചലഞ്ച് ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി. അറ്റ് ദ സെയിം ടൈം പലപ്പോഴും പല വെല്ലുവിളികളും ഒക്കെ നമ്മളെ തളർത്തുകയോ നമ്മളെ വളർത്തുകയോ ചെയ്യാം. അപ്പോൾ അതിനോടനുബന്ധിച്ചുള്ളതായ ഈ ചാൻസസ് അല്ലെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെ നമ്മൾ അതിനെ ഉപയുക്തമാക്കുന്നു എന്നുള്ളതായ ഒരു കാര്യം കൂടി ആണ്. അപ്പൊ നമ്മുടെയൊക്കെ ഒരു മിനിസ്ട്രിയിലൊക്കെ ആണെങ്കിൽ നമ്മൾ ആരും ഒരു ലക്ക് അതിൽ വിശ്വസിക്കുന്നവർ അല്ല. അതുകൊണ്ടാണ് പറയുന്നത് there is nothing called luck. Luck means preparation meets opportunity എന്നതുകൊണ്ടാണ് പറയുന്നത്. സത്യത്തിൽ ലക്ക് എന്ന് പറയുന്ന ഒരു സംഗതി ഇല്ല. പിന്നെയോ പ്രിപ്പറേഷൻ മീറ്റ്സ് ഓപ്പർച്യൂണിറ്റി. ഒരു അവസരം വരുമ്പോൾ നമ്മൾ പ്രിപ്പയർഡ് ആണെന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അത് ഫ്യൂഷനിലേക്ക് എത്തിക്കുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് ഞാൻ മൂന്ന് വാക്കുകൾ ഞാൻ പറഞ്ഞു: ചേഞ്ചസ്, ചലഞ്ചസ് ആൻഡ് ചാൻസസ്. ഇത് മൂന്നും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വായിക്കുകയും നമ്മൾ മനസ്സിലാക്കുകയും ചെയ്തത് മൂലം നമ്മുടെ ചില പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് അങ്ങനെയൊക്കെയുള്ളതായ ചില ഒരു കരിക്കുലത്തിലെ ചില ടൈറ്റിൽസ് കാണുവാനായിട്ട് ഇടയായി. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ആണ്. പ്രത്യേകിച്ച് അച്ഛന്മാരുടെ ശുശ്രൂഷയുമായുള്ള ബന്ധത്തിൽ ഈ കൊച്ചമ്മമാരുടെ ശുശ്രൂഷ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ആണ്. കൊച്ചമ്മമാരുടെ ശുശ്രൂഷ വിലമതിക്കുന്നത് കൊണ്ടാണ്, അതായത് ഈ ജോലി ഇല്ലാത്ത കൊച്ചമ്മമാർക്ക് സഭ തന്നെ ഒരു 50% സാലറി ഒക്കെ നൽകി അവരെ എൻകറേജ് ചെയ്യുന്നത്. അതുകൊണ്ട് ജോലിയില്ലാത്ത കൊച്ചമ്മമാര് കൂടുതൽ ചെയ്യുന്നെന്നോ ജോലിയുള്ള കൊച്ചമ്മമാര് ചെയ്തില്ലെന്നോ അല്ല ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതൊക്കെ ഡിപ്പെൻസ്. അതൊക്കെ അതിനെക്കുറിച്ചൊന്നും വിവേചിപ്പാനല്ല ഞാൻ ശ്രമിച്ചത്. എന്നാൽ സഭയുടെ വലിയൊരു താല്പര്യം എന്ന് പറയുന്നത് ഇടവക ശുശ്രൂഷയില് ഒരുമിച്ച് കുടുംബമായിട്ട് മുന്നേറണം. പലപ്പോഴും സാധാരണ നമ്മൾ പറയാറുണ്ടല്ലോ, അച്ഛന്മാരുടെയൊക്കെ ഒരു ബെസ്റ്റ് ക്രിട്ടിക് എന്ന് പറയുന്നത് കൊച്ചമ്മമാരും മക്കളും ആണ്. അത് അങ്ങനെ തന്നെ ആയിരിക്കണം. അപ്പോൾ ഈ ഒരു ക്രിട്ടിക് ആയിരിക്കണം എന്ന് പറയുമ്പോൾ തന്നെ ഓൺ വാട്ട് ബേസിസ്, ഓൺ വാട്ട് ഇൻഫർമേഷൻ, ഓൺ വാട്ട് ചലഞ്ചസ് എന്നൊക്കെ നമ്മള് കാലികമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് കൊച്ചമ്മമാർക്ക് സാധിക്കണം. നമുക്കറിയാം, എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്, ഒത്തിരിയും അച്ഛന്മാരുടെ ഈ ജസ്റ്റ് ഷോർട്ട് കമ്മിങ്സ് ഒക്കെ മീൻസ് അത് കോംപ്ലിമെന്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് ഒത്തിരി കൊച്ചമ്മമാര് ആണ്. എനിക്ക് അങ്ങനെയുള്ള ഒത്തിരി പേരെ അറിയാം. വളരെ ബിഹൈൻഡ് ദ ഡോർ, ബിഹൈൻഡ് ദ കർട്ടൻ അവരെത്ര ശുശ്രൂഷയാണ് ചെയ്യുന്നത്. അറ്റ് ദ സെയിം ടൈം അതിന്റെ മറുപുറം എന്ന് പറയുന്നത് ഒത്തിരിയും കൊച്ചമ്മമാരുടെ ആവശ്യമില്ലാത്ത ഇടപെടലുകളും ആവശ്യമില്ലാത്ത ഇന്റർഫിയറൻസുമാണ് നല്ല അച്ഛന്മാരുടെ പ്രവർത്തനങ്ങളെ വളരെ നെഗറ്റീവായിട്ട് ബാധിക്കുകയും ചെയ്യുന്നത്. ഞാൻ പറയാനായിട്ട് ആഗ്രഹിച്ചതായിട്ടുള്ള ഒരു കാര്യം, അതിന്റെ ടൈംലി ആൻഡ് കറക്റ്റ് ഇന്റർവെൻഷൻ ആൻഡ് ഇന്റർഫിയറൻസ് തീർച്ചയായിട്ടും അച്ഛന്മാർക്ക് അതൊരു വലിയൊരു ബലം ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഇതുപോലെയുള്ള ഒരു കോഴ്സസിൽ കൂടെ നമുക്ക് സാധിക്കേണ്ടത്, സി ഹു ആർ വി, നാം ആരാണ്, സി ആൻഡ് വാട്ട് ഈസ് അവർ ടൈറ്റിൽ ആൻഡ് വാട്ട് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി. ഈ മൂന്ന് കാര്യങ്ങളും വളരെ പ്രധാനപ്പെട്ട കാര്യം ആണ്. നമ്മൾ ആരാണ് എന്നത് നല്ല ഒരു ടൈറ്റില് നമുക്ക് മീൻസ് വരച്ച് തന്നിട്ടുണ്ട്. സി ബസ്കോമിയോസ്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമ്മൾ പറയും ഡോട്ടർ ഓഫ് ദി കവനന്റ്. നമ്മൾ ഒരു ഉടമ്പടിയുടെ മക്കളാണ്. അപ്പോൾ ഈ ദൈവവുമായിട്ടുള്ള ഒരു ഉടമ്പടി എന്ന് പറയുമ്പോൾ ആ ഒരു ഉടമ്പടി ബന്ധത്തിൽ, സഭയുമായുള്ള ബന്ധത്തിൽ, ഇടവക ശുശ്രൂഷയുമായ അല്ലെ സ്ഥാപനങ്ങളുമായ ബന്ധത്തിൽ നമുക്ക് നിലനിൽക്കുവാനായിട്ട് സാധിക്കണം. അപ്പോൾ അതിന്റെ ഒരു അടിസ്ഥാനത്തിലാണ് നമ്മൾ നമ്മുടെ ടൈറ്റിലിനെ ഡിഫൈൻ ചെയ്യുക എന്ന് പറയുന്നത്. നമുക്കറിയാം, ഒരു ടൈറ്റില് ഡിഫൈൻ ചെയ്യുന്നത് അനുസരിച്ചാണ് നമ്മുടെ റോളും
നമ്മുടെ റെസ്പോൺസിബിലിറ്റിയും നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ആണ്. അപ്പോൾ നമുക്ക് ഒരു ഹു ആർ വി എന്നതനുസരിച്ച് നമുക്കൊരു ടൈറ്റില് തന്നിരിക്കുമ്പോൾ നമ്മുടേതായിട്ടുള്ള ഈ ഒരു ടൈറ്റിലിനനുസരിച്ച് നമ്മുടേതായ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി നമുക്ക് എക്സിക്യൂട്ട് ചെയ്യുവാൻ സാധിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ആണ്. പലപ്പോഴും ഒക്കെ ഞാൻ ഈ ക്ലാസ്സസ് ഒക്കെ എടുക്കുമ്പോൾ പറയാറുള്ള ഒരു കാര്യമാണ്, ഈ ഭാര്യമാരും ചില അവസരങ്ങളിലൊക്കെ പറയുന്നതായിട്ടുള്ള ടൈറ്റിൽസിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ എന്ത് അവര് മനസ്സിലാക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്കറിയാം, നമ്മൾ സാധാരണ തന്നെ പറയാറുള്ള ഒരു കാര്യമാണ്, ഇഫ് ദി ഹസ്ബൻഡ് ഈസ് ദി ഹെഡ് ഓഫ് ദി ഫാമിലി, വൈഫ് ഈസ് ദി ഹാർട്ട് ഓഫ് ദ ഫാമിലി എന്ന് സാധാരണ പറയാറുണ്ട്. അപ്പോൾ ഒരു ഭാര്യ ഒരു ഭവനത്തിന്റെ ഹോം മേക്കർ എന്നതിനേക്കാൾ ഉപരി ഹസ്ബൻഡ് ഹെഡ് എന്ന് പറയുമ്പോൾ ഭാര്യ ഹാർട്ട് എന്ന് ക്ലെയിം ചെയ്യുവാനുള്ളതായ ആ ഒരു വലിയൊരു ആത്മബോധം ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളിത് പലപ്പോഴും പല ഭാര്യമാരും ഒക്കെ മറന്നു പോകുന്നു. നമ്മുടെയൊക്കെ പല ഭവനങ്ങളിലും ഒക്കെ ഭാര്യമാരും അല്ലെ കൊച്ചമ്മമാരും ഒക്കെ ഈ ഭർത്താവ് ജോലിയൊക്കെ ചെയ്ത് ക്ഷീണിച്ച് ഭർത്താവ് ഇങ്ങനെ ക്ഷീണിച്ചിരിക്കുമ്പോൾ ഭർത്താവ് ഒക്കെ അവിടെ ജസ്റ്റ് പേപ്പർ വായിച്ചോ ബുക്ക് വായിച്ചോ ഒക്കെ ഇരിക്കുകയാകുന്നുവെങ്കിൽ, അല്ലെ അവരുടേതായ റോളിൽ ഒരു പാർട്ടിസിപ്പേഷൻ ലഭിക്കാതില്ലാതെ ഇരിക്കുന്നത് കാണുമ്പോഴായിരിക്കാം ഒരുപക്ഷെ ഭാര്യ വന്ന് അച്ഛനോടോ അല്ലെ ഭർത്താവിനോടോ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, മനുഷ്യ ഞാൻ ആരാണെന്നാണ് നിങ്ങളുടെ വിചാരം? ഞാൻ ഈ വീട്ടിലെ വേലക്കാരിയാണ്, ഇല്ലേ? അപ്പോൾ നമ്മള് ഞാൻ ഈ വീട്ടിലെ വേലക്കാരിയാണോ ചോദിക്കുമ്പോൾ ആ വേലക്കാരിയാണോ എന്ന് ചോദിക്കുന്നതിന് മുമ്പായി നമുക്ക് പ്രോപ്പർ ടൈമിൽ പ്രോപ്പർ വേയിൽ എക്സിക്യൂട്ട് ചെയ്യുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും സമയത്ത് നമ്മളൊരു വേലക്കാരിയാണെന്നുള്ള ഒരു ചിന്ത നമ്മെ ഭരിക്കുന്നുവെങ്കിൽ ആ വേലക്കാരിയുടെ നിലവാരത്തിലായിരിക്കും നാം കാര്യങ്ങളെ ചെയ്യുകയും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറയാൻ ശ്രമിച്ചതായിട്ടുള്ള ഒരു കാര്യം, നമ്മുടേതായിട്ടുള്ള ഒരു ഹു ആർ വി ആൻഡ് വാട്ട്സ് അവർ ടൈറ്റിൽ ആൻഡ് വാട്ട്സ് അവർ റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റി, ഇത് നമ്മുടെ ഇടവതലത്തിൽ നിർവഹിക്കാനായിട്ട് സാധിക്കണം. അതിലേക്ക് നമുക്ക് വെളിച്ചം വീശുന്നതായിട്ടുള്ള ഈ കാര്യങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമായിട്ട് നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കണം. അതുകൊണ്ട് പ്രാരംഭമായിട്ട് കൊച്ചമ്മ പറഞ്ഞതുപോലെ നമ്മുടെ പേര് തന്നെ ഇതൊരു എൻറിച്ച്മെന്റ് പ്രോഗ്രാം ആണ്. ഇതൊരു എൻറിച്ചിങ് എക്സ്പീരിയൻസ് ആയിരിക്കണം. ഈ എൻറിച്ച്മെന്റിൽ കൂടി ഒരു എൻലൈറ്റൻമെന്റ് ഉണ്ടാകുവാൻ സാധിക്കണം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് നമ്മുടെ സഭയുടെ ലോക തന്നെ എന്ന് പറയുന്നത് ലൈറ്റൻ ടു ലൈറ്റൻ എന്നുള്ളതാണല്ലോ. പ്രകാശിപ്പിക്കുവാനായിട്ട് പ്രകാശിപ്പിക്കപ്പെട്ട ഒരു സഭയാണ് നമ്മൾ. അതുകൊണ്ട് ഈ കോഴ്സിൽ പങ്കെടുക്കുന്നതായിട്ടുള്ള 35 കൊച്ചമ്മമാരെങ്കിലും ഏറ്റവും ശ്രേഷ്ഠമായിട്ട് പ്രകാശിപ്പിക്കപ്പെട്ടിട്ട് മറ്റുള്ള കൊച്ചമ്മമാരെയും അച്ഛന്മാരെയും ഒക്കെ കൂടുതലായിട്ട് പ്രശോഭിപ്പിക്കുവാൻ, പ്രകാശത്തിലേക്ക് അല്ലെങ്കിൽ നയിക്കുവാനായിട്ട് ഈ കോഴ്സിലൂടെ നിങ്ങൾക്ക് ഇടയാകട്ടെ എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹവും ആശംസയും പ്രാർത്ഥനയും. ഈ 4ാമത്തെ ബാച്ചിന് എല്ലാ ആശംസകളും ഞാൻ നേരുന്നു. ഇതുപോലെയുള്ള നല്ല നല്ല ഇനീഷ്യേറ്റീവ്സ് ഉണ്ടാകണം. ഞാൻ ഇരുന്നതായിട്ടുള്ള സ്ഥാനങ്ങളിലൊക്കെ ഞാനില്ല ലേ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് വളരെ നിർബന്ധമായിട്ട് അല്ലെങ്കിൽ നടത്തണമെന്ന് പറയുകയും അതിൻ്റെതായിട്ടുള്ള ആ ഒരു റെസ്പോൺസിബിലിറ്റി ഒക്കെ സ്വയമായിട്ട് ഏറ്റെടുത്ത് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും തുടക്കത്തിലൊക്കെ ചിലപ്പോൾ ആവേശത്തോടു കൂടി 50 പേര് കാണും. എന്നാൽ പിന്നീട് കുറച്ച് കുറഞ്ഞ് അത് 40 ആകും, 30 ആകും, 20 ആകും. അങ്ങനെ അവസാനം നമ്മൾ വരുമ്പോൾ ഈ 50 പേരൊക്കെ ഗുണപ്പെട്ടോ എന്നതിനേക്കാൾ ഉപരി ഒരു 10 പേർ, ഒരു 10% എങ്കിലും അത് പ്രയോജനം ചെയ്തുവെങ്കിൽ അതാണ് തീർച്ചയായിട്ടും 50 തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 10 പേരെങ്കിലും വന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇത് വളരെ ബെനിഫിഷ്യൽ ആയിരുന്നു. ഞങ്ങളുടെ ഒത്തിരി ചിന്തകളും ധാരണകളും ഒക്കെ മാറ്റി. ഞങ്ങൾക്ക് ഇത്രയും നാള് ഇത് ഞങ്ങൾക്കില്ലായിരുന്ന ഒരു കോൺഫിഡൻസ് ഇതിൽ കൂടെ ഞങ്ങൾക്ക് ലഭിച്ചു എന്നൊക്കെ പറയുമ്പോൾ ആ 5 പേരോ 10 പേരോ പറയുന്നത് കേട്ടാൽ മതി, നമുക്ക് എല്ലാരെയും ഒരുമിച്ച് മാനസാന്തരപ്പെടുത്താനായിട്ട് ഒക്കത്തില്ല, ഇല്ലേ? സാധാരണ നാളില് ഈ ഒരു ചിന്തക പറയുന്നത് കേട്ടു, കർത്താവിന് പോലും 50% ആളുകളെ മാനസാന്തരപ്പെടുത്താൻ സാധിച്ചുള്ളൂ. ക്രൂശിൽ കടന്ന് ഒരു കള്ളനെ മാത്രമേ മാനസാന്തരപ്പെടുത്താനായിട്ട് സാധിച്ചുള്ളൂ. എല്ലാവരെയും മാനസാന്തരപ്പെടുത്താൻ നമുക്ക് ലഭിക്കുന്നതായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് അനുസരിച്ച് ഒരു ചെറിയ ഒരു തിരുനാളമെങ്കിലും തെളിക്കുവാൻ സാധിച്ചാൽ ആ തിരുനാളത്തിൽ നിന്ന് കുറച്ച് തിരികളെങ്കിലും
പകരുവാനായിട്ട് സാധിച്ച അതേറ്റവും ധന്യമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കണം. കൊച്ചമ്മ എനിക്ക് അനുവദിച്ചത് 10 മിനിറ്റ് ആണ്. ആ 10 മിനിറ്റ് ഇതിനോടകം കഴിഞ്ഞു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ താങ്ക് യു. എല്ലാ ആശംസകളും പ്രാർത്ഥനകളും ഞാൻ നേരുന്നു. സഭ നിങ്ങൾ ഈ കൊച്ചമ്മമാര് ചെയ്യുന്നതായിട്ടുള്ള ഈ വലിയൊരു ഇനീഷ്യേറ്റീവിനെ അങ്ങേയറ്റം അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് ഇതിനെല്ലാ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. ഇത് ഈ ഒരു 4ാമത്തെ ബാച്ചിന് മാത്രമല്ല, കൂടുതൽ ആളുകൾ ഇതിനെ കുറിച്ച് അറിയുകയും വളരെ അട്രാക്റ്റീവായിട്ട് പ്രസന്റ് ചെയ്യുവാനായിട്ട് സാധിക്കുകയും താല്പര്യത്തോടെ കൂടുതൽ ആളുകൾ വന്ന് പങ്കെടുത്ത് ഇതിൽ കൂടി നന്മകളും അനുഗ്രഹങ്ങളും പ്രാപിച്ച് ഈ ഔട്ട്ഡേറ്റഡ് ആയി പോകാതെ അപ്ഡേറ്റഡ് ആയിട്ട് ഏറ്റവും ശ്രേഷ്ഠമായ ശുശ്രൂഷ നിർവഹിപ്പാൻ ഈ ഒരു മാർബിൾസ് പ്രോഗ്രാം ഇടയാകട്ടെ എന്നത് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ ഇതിനെ ക്ഷണിച്ചതിലുള്ളതായ നന്ദി ഒരു പ്രാവശ്യം കൂടെ ഞാൻ അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയും ഈ ഒരു 4ാമത്തെ ബാച്ച് പിതാവിന്റെയും പുത്രന്റെയും ജീവനും വിശുദ്ധിയുമുള്ള റൂഹായുടെയും തിരുനാമത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടതായിട്ട് പ്രഖ്യാപിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ആൻഡ് താങ്ക് യു സോ മച്ച്. താങ്ക് യു അച്ഛ. അച്ഛന്റെ വാക്കുകൾ ഞങ്ങൾക്ക് എന്നും ഒരു പ്രചോദനവും മാർഗദർശിയും ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മാർത്തോമാ ബസ്കിയാമോസ് ഫെലോഷിപ്പിന്റെ മാർബിൾസ് 2024-25 4th ബാച്ച് ആരംഭിക്കുമ്പോൾ പ്രതിധ്വനിക്കേണ്ട പേരാണ് കോഴ്സ് ഡയറക്ടർ ബഹുമാനപ്പെട്ട സുജിത് സാമാമനച്ചന്റേത്. അച്ഛന്റെ ഗവേഷണങ്ങളുടെയും കണ്ടെത്തലുകളുടെയും ഫലമായി ഇന്ന് മാർത്തോമാ ബസ്കിയാമ ഫെലോഷിപ്പിന്റെ മാർബിൾസ് കോഴ്സ് തുടങ്ങാനായത് ഏറെ പ്രശംസനീയമത്രേ. ബഹുമാനപ്പെട്ട റവറൻ സുജിത് സാമാമനച്ചനെ കോഴ്സ് ഇൻട്രൊഡക്ഷനായി ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയേക ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബഹുമാനപ്പെട്ട സഭാ സെക്രട്ടറി ABT മാമനച്ചൻ, എബ്രഹാം ബി ഉമ്മനച്ചൻ, മാർത്തോമാ ബസ്കിയാമോസ് ഫെലോഷിപ്പിന്റെ ചുമതലക്കാർ, കോർ കമ്മിറ്റി ഓഫ് മാർബിൾസ്, പഠിതാക്കളായി ഈ വർഷം ജോയിൻ ചെയ്തിരിക്കുന്ന കൊച്ചുമ്മമാരെ, അധ്യാപകരെ, നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹവന്ദനം. മാർബിൾസ് എന്ന മാർത്തോമാ ബസ്കിയാമോസ് ലീഡർഷിപ്പ് എൻറിച്ച്മെന്റ് സ്കൂൾ അതിന്റെ 4ാമത് ബാച്ചുമായിട്ട് നിൽക്കുമ്പോൾ ഇത്രത്തോളം വഴി നടത്തുന്ന ദൈവകൃപയുടെ മുമ്പാകെ വിനയപൂർവ്വം ശിരസ് നമിക്കുന്നു. ഒരു പഠനം അതിന് എത്രത്തോളം സോഷ്യൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കും എന്നതിന്റെ ഉത്തമമായ ഒരു തെളിവാണ് മാർബിൾസ് നമ്മുടെ മുൻപിൽ കാണിച്ചു തരുന്നത്. ഏതോ ലോകത്തിന്റെ മൂലയിൽ ഇരുന്നു കൊണ്ട് ഒരു മനുഷ്യൻ പഠിച്ചു. ആ പഠനത്തിന്റെ ബാക്കി പത്രമായി ഒരു കോഴ്സ് രൂപപ്പെട്ടു വരുന്നു. ആ ദർശനം നമ്മളുടെ ഇടയിൽ അനേകർക്ക് പ്രയോജനകരമായി ഭവിക്കുന്നു. ഇത് ദൈവത്താൽ സംഭവിച്ചു. നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായി. ദർശനത്തോടെ ഇത് ആരംഭിച്ചതായ ബസ്കിയാമോസ് ഫെലോഷിപ്പിന്റെ ആ കാലഘട്ടങ്ങളിലെ നേതൃനിരയെ ഞങ്ങൾ ഓർക്കുന്നു, നന്ദി കരയറ്റുന്നു. ആ ദർശനത്തിന് ഒട്ടും ഒളിമങ്ങാതെ മുൻപോട്ട് കൊണ്ടുപോകുവാന്റെ കോണം ഈ കാലങ്ങളിൽ നേതൃത്വം നൽകുന്നതായ എല്ലാവർക്കായും ദൈവത്തിന് സ്തോത്രം. തുടർന്നും ദൈവ അനുഗ്രഹത്തോടെ ഇത് നിലനിൽക്കട്ടെ, ഫലം കായ്ക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ഒരു പട്ടക്കാരൻ സഭയിലെ ശുശ്രൂഷയിൽ പ്രവേശിക്കുമ്പോൾ നീണ്ട കാലത്തെ ഫോർമേഷൻ പൂർത്തീകരിച്ചിട്ടുണ്ടാകും. ഭവനത്തിൽ പ്രാർത്ഥിക്കുന്നതായ മാതാപിതാക്കളും ജനങ്ങളും ദേവാലയത്തിലെ പട്ടക്കാരനും വിശ്വാസ സമൂഹവും അവരവർ തന്നെ ഒരുങ്ങുന്നതായ പ്രക്രിയകൾ, അതിനുശേഷം സഭയുടെ തെരഞ്ഞെടുപ്പ്, പരിശീലനങ്ങൾ, നിരന്തരമായുള്ള സ്ക്രൂട്ടിനി, പ്രാർത്ഥനാപൂർവമുള്ള കൈവെപ്പ്, ഇതിനൊക്കെ ഒടുവിലാണ് ഒരു യൗവനക്കാരൻ ഈ സഭയിൽ പട്ടക്കാരനായി തീരുന്നത്. ഫോർമേഷൻ ത്രൂ ഇയേഴ്സ്. എന്നാൽ ഒരു പട്ടക്കാരന്റെ സഹധർമ്മിണിയായി വിവാഹ ബന്ധത്തിലൂടെ കൊച്ചമ്മ എന്ന നാമത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അങ്ങനെയുള്ളതായ ഒരു സാഹചര്യം നമ്മെ എത്രത്തോളം പരിമിതികളിലേക്ക് കൊണ്ടെത്തിക്കുന്നു എന്നുള്ളത് ഇവിടെ ഇരിക്കുന്നതായ മുതിർന്ന കൊച്ചുമ്മമാരിൽ പലർക്കും അറിയാം. പ്രത്യേകമായ പ്രായോഗിക പരിശീലനമോ മനസ്സിലാക്കലോ സാധ്യമല്ലാതെ അതിന് പരിമിതികൾ ഉള്ളതായ സാഹചര്യങ്ങളിൽ നിന്നും
നമ്മളുടെ സഭയിൽ കൊച്ചുമ്മമാരൊക്കെ അനുഗ്രഹീതമായ ശുശ്രൂഷകൾ ചെയ്തത് ദൈവത്തിന്റെ കൃപ കൊണ്ടും അവരുടെ വ്യക്തിപരമായ പരിശ്രമങ്ങൾ കൊണ്ടും. അവർക്ക് വളരുവാൻ തക്കവണ്ണം ഈ ദേശത്ത് ഒരു പുസ്തകം പോലും ഈ കഥകൾ വായിക്കുവാനോ കൊച്ചുമ്മമാരുടെ ജീവിത അനുഭവങ്ങളെ മനസ്സിലാക്കുവാനായിട്ടോ ഇല്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. എന്നാൽ വെസ്റ്റേൺ വേൾഡില് പട്ടക്കാരുടെ ഭാര്യമാരായിരിക്കുന്ന സ്ത്രീകൾ എഴുതിയതായ ധാരാളം ലിറ്ററേച്ചർ ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കും. പിന്നെ നമുക്ക് ആകപ്പാടെ കൊച്ചമ്മ എന്നുള്ള സ്ഥാനത്തിന് യോജിച്ചതായ ഉത്തരവാദിത്തങ്ങൾ എന്താണ്, അതിന്റെ സാധ്യതകളും വെല്ലുവിളികളും എന്താണ് എന്ന് തിരിച്ചറിയുവാൻ ഒരു സ്ത്രീക്ക് ലഭിക്കുന്ന ഏക മുഖാന്തരം കുടുംബത്തിലുള്ള വൈദികരുടെ ജീവിതം കണ്ട് അറിയുക. അല്ല എങ്കിൽ പട്ടത്വ സമൂഹം തങ്ങളുടെ ഇടവകയിൽ ശുശ്രൂഷ ചെയ്യുന്നതായ വൈദികരുടെ കുടുംബങ്ങളിൽ നിന്നും കൊച്ചുമ്മമാരുടെ ജീവിതത്തിൽ നിന്നും മനസ്സിലാക്കുക. ഇല്ല എങ്കിൽ അവരവർ തന്നെ ട്രയൽ ആൻഡ് എററിലൂടെ ഏതെങ്കിലുമൊക്കെ മാർഗങ്ങളിലൂടെ യോഗ്യമായ വിധത്തിൽ നമ്മൾ ഉചിതമായ ഒരു പ്രവൃത്തി നമ്മൾ കണ്ടെത്തുകയാണ് സാധാരണ ചെയ്തു വരുന്നത്. എന്നാൽ മാർത്തോമാ ബസ്കിയമോസ് ലീഡർഷിപ്പ് എൻറിച്ച്മെന്റ് സ്കൂളിലൂടെ ലഭ്യമാക്കിയിരിക്കുന്നതായ ഈ കോഴ്സിന്റെ ഉദ്ദേശം നാം ആയിരിക്കുന്ന മേഖലയെ കുറിച്ച് കൂട്ടായ ഇരുപ്പിൽ ഒരുമിച്ച് ഇരുന്ന് പല വേർഷൻസിലൂടെ പല പെർസ്പെക്റ്റീവ്സിലൂടെ ഇതിനെ വായിച്ച് മനസ്സിലാക്കുവാനും കേട്ട് മനസ്സിലാക്കുവാനും സംസാരിച്ച് മനസ്സിലാക്കുവാനും അങ്ങനെ അവനവനായിരിക്കുന്ന ഉത്തരവാദിത്തത്തിന് യോജിച്ചതായ വിധത്തിൽ തങ്ങളെ തന്നെ കെട്ടുപണി ചെയ്യാനായിട്ടും ഉള്ള ഒരു പരിശ്രമമായിട്ടാണ് മാർബിൾസിനെ നാം ഫോം ചെയ്തിരിക്കുന്നത്, ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ എന്നത് സൺഡേ സ്കൂളിൽ മാത്രം നടക്കുന്ന ഒരു കാര്യമായിട്ടാണ് പലരും മനസ്സിലാക്കുന്നത്. അങ്ങനെയല്ല. ക്രിസ്തീയ വിദ്യാഭ്യാസം എന്നത് ആയുസ് പര്യന്തം നിലനിൽക്കേണ്ടുന്ന ഒന്നാണ്. മരണനാഴികയിലും മരണം എന്ത് എന്നുള്ളത് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നു. എന്ന് പറയുന്നത് പോലെ തന്നെ ഏത് പ്രായത്തിലും നമുക്ക് ആവശ്യമായ ഒന്നാണ് ക്രിസ്തീയ വിദ്യാഭ്യാസം. ഒരു ബസ്കിയോമോ അഥവാ കൊച്ചമ്മ എന്ന് നാം വിളിക്കുന്നതായ ആ സ്ഥാനത്തിന് അടുത്തതായ ഉത്തരവാദിത്തങ്ങൾ എന്ത്, അതിന്റെ പ്രോസ്പെക്ട്സ് എന്ത്, അതിന്റെ കോൺസിക്വൻസസ് എന്ത് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തുകൊണ്ടെന്നാൽ അറിവ് എന്ന് പറയുന്നത് ഇറ്റ്സ് ദ ഓൺലി വേ ടു ലിബറേഷൻ എന്നാണ് പറയുന്നത്. നമ്മളുടെ ജോലി മേഖലകളിൽ ലിബറേറ്റഡ് ആയിട്ട് സ്വാതന്ത്ര്യത്തോടെ കോൺട്രിബ്യൂട്ട് ചെയ്യുവാൻ്റെ കൂടെ നമ്മെ സഹായിക്കുന്ന ഒരേ ഒരു കാര്യം ആ മേഖലയെ കുറിച്ച് നല്ല അറിവ് സമ്പാദിക്കുക എന്ന്. പ്രിയപ്പെട്ട ഉഷമയൊക്കെ പറഞ്ഞതുപോലെ നമുക്ക് ഇതിനോടകം അനുഭവങ്ങളിലൂടെ ധാരാളം അറിവുകളൊക്കെ നേടിയിട്ടുണ്ട്. കാലാകാലങ്ങളിൽ അതിന് മൂർച്ച വരുത്തേണ്ടുന്നത് ചിലരുടെ ആവശ്യം. എന്നാൽ ചിലരാകട്ടെ വളരെ അപരിചിതമായ ഒരു ലോകത്തിലാണ് ഇപ്പോൾ ആയിരിക്കുന്നത്. മിനിസ്ട്രിയിൽ പ്രവേശിച്ച് 1-2 വർഷം മാത്രം പൂർത്തീകരിച്ചതായ കൊച്ചുമാരെ ഈ കൂട്ടത്തിൽ കണ്ടേക്കാം. നമുക്ക് ലഭ്യമായിരിക്കുന്ന ഈ മേഖലയെ കുറിച്ചുള്ളതായ ഒരു സമഗ്രമായ അറിവ്, അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളതായ അറിവെങ്കിലും അതൊക്കെ നമ്മളുടെ ജീവിതത്തെ കൂടുതൽ പ്രയോജനകരമായിട്ട് സ്വാധീനിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എന്തിനാണ് ഒരു വിദ്യാഭ്യാസ പദ്ധതിയിൽ ഈ പ്രായത്തിൽ ഈ ഒരു സാഹചര്യത്തിൽ ഒരു ആവശ്യവും, പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഈ കോഴ്സിൽ പങ്കെടുത്താൽ പ്രത്യേകിച്ച് നിങ്ങൾക്ക് ശമ്പള വർധനമൊന്നുമില്ല. അഡൾട്ട് എഡ്യൂക്കേഷന്റെ ഒരു മോട്ടിവേഷൻ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു നന്മ ലാഭം അതിലൂടെ ഉണ്ടാകുന്നു എങ്കിലാണ് സാധാരണ അഡൾട്ട് ലെവലിൽ നമ്മളൊക്കെ പഠിക്കാനായിട്ട് ശ്രമിക്കുന്നത്. എന്നാൽ നിങ്ങൾക്ക് ആർക്കും ഇതുമൂലം ഒരു ശമ്പള വർധനം ഉണ്ടാകത്തൊന്നുമില്ല. നിങ്ങളെ ആരെയെങ്കിലും ബസ്കിയോമോസ് ഫെലോഷിപ്പിന്റെ ഏതെങ്കിലും ചുമതലപ്പെട്ട സ്ഥാനങ്ങളിലേക്ക് ഇതിൽ പഠിച്ചത് കൊണ്ട് പ്രവേശിപ്പിക്കത്തുമില്ല. എന്നാൽ എന്തിന് നിങ്ങൾ ഇതിലേക്ക് വന്നു? എന്തിന് നിങ്ങൾ ഇതിലേക്ക് വന്നു? എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ വ്യക്തിപരമായ ഒരു എൻറിച്ച്മെന്റ് അതിൽ ഉൾക്കൊള്ളുന്നു. വ്യക്തിപരമായ ഒരു അറിവ് സമ്പാദനം അതിലൂടെ നടക്കുന്നു. അതിലൂടെ നമുക്ക് അനുഗ്രഹീതമായ വിധത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുവാൻ കുറച്ചുകൂടെ സാധ്യതകൾ ഒരുങ്ങുകയാണ്. ആരോ സംസാരിച്ചപ്പോൾ പറഞ്ഞു, വേറിട്ട് വരുന്നതായ ഒരു അനുഭവം, തിരക്ക് പിടിച്ചതായ ഒരു ജീവിതമാണ്. അതിന്റെ മധ്യത്തിൽ ഒന്ന് വേറിട്ട് വന്ന് സ്വയം ഒന്ന് വിലയിരുത്തുവാൻ,
ചില കാര്യങ്ങൾ അധികമായിട്ട് മനസ്സിലാക്കുവാൻ, അല്പം കൂടെ ഗൗരവത്തോടെ ഈ ശുശ്രൂഷയെ സമീപിക്കുവാൻ, കുറച്ചുകൂടെ അറിവുകൾ നേടുക എന്നതൊക്കെ ഈ ഉദ്യമത്തിന്റെ പിന്നിലെ ലക്ഷ്യങ്ങൾ. മാർബിൾസിലൂടെ ഉദ്ദേശിക്കുന്നത് ഇന്ന വിധത്തിലായാൽ നിങ്ങൾ മാർത്തോമാ സഭയിലെ ഉത്തമയായ ഒരു കൊച്ചുമ്മയായിരിക്കും എന്ന് പഠിപ്പിക്കാനായിട്ടല്ല. ഇന്ന കാര്യങ്ങളും ഇന്ന ഗുണഗണങ്ങളും നിങ്ങളിൽ ഉണ്ടായാൽ നിങ്ങൾ ഒരു കൊച്ചമ്മയാകും എന്ന് പഠിപ്പിക്കാനായിട്ടല്ല. മറിച്ച് ഇറ്റ്സ് എൻ എഫേർട്ട് ടു ഹെൽപ്പ് യു തിങ്ക് ഇന്റൻസീവ്ലി ആൻഡ് ക്രിട്ടിക്കലി. നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചും നിങ്ങളുടെ ശുശ്രൂഷ മേഖലകളെ കുറിച്ചും നിങ്ങളുടെ ആയിരിക്കുന്ന ഉണ്മ, കൊച്ചുമ്മ എന്നുള്ള ആ ഒരു ബീയിങ്, അതിനെക്കുറിച്ച് ഗൗരവമായിട്ട് വളരെ ആഴമായിട്ടൊന്ന് ചിന്തിക്കുക. അതോടൊപ്പം അതിനെ ക്രിട്ടിക്കലായിട്ടൊന്ന് മനസ്സിലാക്കാൻ. ഞാൻ ചെയ്യുന്നതായ സാഹചര്യങ്ങൾ, ഇപ്പോൾ ഞാൻ ചെയ്തു വരുന്നതായ രീതികൾ, അത് തന്നെ തുടരാൻ മതിയോ അതോ ഞാൻ അല്പം കൂടെ വ്യത്യാസപ്പെടുത്തണോ എന്നൊക്കെയുള്ളതായ കുലങ്കഷമായ ചിന്തകൾക്കായിട്ടാണ് ഈ ഉദ്യമം നിങ്ങൾക്ക് മുൻപിൽ വയ്ക്കുന്നത്. ഒരിക്കൽ പോലും ഇതൊരു മോൾഡിങ്, നിങ്ങളെ ഒരു പ്രത്യേക മോൾഡിലേക്ക് ചേർത്ത് വയ്ക്കുന്നതായ ഒരു അനുഭവമായിട്ട് കാണരുത്. അതുകൊണ്ട് തന്നെ അധ്യാപകർ ആരും തന്നെ ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യണം എന്ന് പറയാൻ ഈ കോഴ്സിൽ ഒരിക്കൽ പോലും നമ്മൾ ആഗ്രഹിക്കുന്നില്ല. മറിച്ച് അവർ കണ്ടതായ അനുഭവങ്ങൾ നിങ്ങളോട് പറയും. അതിൽ വേണ്ടത് മാത്രം സ്വീകരിക്കുക, വേണ്ടാത്തത് തിരസ്കരിക്കുവാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ഇതിലെ അംഗങ്ങളായി ചേർന്ന് വന്നിരിക്കുന്ന എല്ലാ കൊച്ചുമാർക്കും ഉണ്ടായിരിക്കുന്നതാണ്. ഒരു എഡ്യൂക്കേഷണൽ പദ്ധതിയിലൂടെ നിങ്ങൾ പ്രവേശിച്ച് അതിന്റെ മുന്നോട്ടുള്ള പാതകളിലേക്ക് നടക്കുമ്പോൾ നിങ്ങളിൽ തന്നെ രൂപാന്തരത്തിന്റെയും രൂപപ്പെടലിന്റെയും അനുഭവങ്ങൾ ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇതിന്റെ തെളിവാണ് കഴിഞ്ഞ 3 ബാച്ചുകളിലൂടെ ഏകദേശം 100 കൊച്ചുമ്മമാർ ഈ ശുശ്രൂഷകളിലൂടെ അനുഗ്രഹീതരായി തീർന്നത്. ഈ മാർബിൾസിൽ പങ്കെടുത്തതായ ഒരു കൊച്ചുമ്മ പോലും ഇത് പ്രയോജനരഹിതമായിരുന്നു എന്ന് അഭിപ്രായപ്പെട്ടിട്ടില്ല. നിങ്ങൾക്ക് ഇതിൽ പങ്കെടുത്തതായ ഏതെങ്കിലും കൊച്ചുമ്മമാരോട് വിളിച്ച് അന്വേഷിക്കുവാൻ സ്വാതന്ത്ര്യമുണ്ട്. അവരെല്ലാവരും ഏകസ്വരത്തിൽ ഇതിന്റെ നന്മയെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറഞ്ഞു. 4ാമത്തെ ബാച്ച് നമ്മൾ ഇന്ന് ആരംഭിക്കുമ്പോൾ ജൂലൈ 11 മുതൽ അതിന്റെ ജനറൽ ഓറിയന്റേഷൻ ആരംഭിക്കുകയാണ്. ദൈവം അനുവദിച്ചാൽ ഫെബ്രുവരി മാസം 27-ാം തീയതി ആണ് ഈ കോഴ്സ് നമ്മൾ അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. 6 മാസം, നിങ്ങളുടെ ജീവിതത്തിലെ 6 മാസത്തിൽ ഓരോ ആഴ്ചയിൽ ഓരോ ദിവസം അതിന്റെ 1.5 മണിക്കൂറാണ് ഈ കോഴ്സിന് ആവശ്യം. എത്ര ചുരുങ്ങിയ ഒരു സമയമാണെന്നുള്ളത് ചിന്തിക്കും. അച്ഛന്മാരെല്ലാവരും നിങ്ങളുടെ വീഡിയോസ് ഓൺ ആക്കി, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അച്ഛന്മാരെ ഏൽപ്പിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഏൽപ്പിച്ച് ഒരല്പം വേറിട്ട് വന്ന നിശബ്ദമായി വേറെ അലട്ടലുകൾ ഇല്ലാതെ ഇത് ശ്രദ്ധിക്കുവാൻ വേണം ശ്രമിക്കണം എന്ന ഒരു ആഗ്രഹം ഞാൻ പ്രകടിപ്പിച്ചുകൊള്ളട്ടെ. നമ്മൾ ഒരുമിച്ച് ഇരിക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ അതിലൂടെ സംഭവിക്കും എന്നുള്ളതിന് യാതൊരു സംശയം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഈ കോഴ്സിൽ പങ്കെടുക്കുന്ന കൊച്ചുമാരുണ്ട്. നിങ്ങളെ എല്ലാവരെയും വളരെ പ്രതീക്ഷാപൂർവ്വം ഈ കോഴ്സിൽ സ്വാഗതം ചെയ്യുന്നു. ഈ കോഴ്സ് കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കഥകളെ കുറിച്ച് ആത്മവിശ്വാസമുണ്ട്. നിങ്ങളുടെ അനുഭവങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് തന്നെ ഒരു ആത്മവിശ്വാസം. നിങ്ങളുടെ കഥകളും നിങ്ങളുടെ ജീവിത അനുഭവങ്ങളും മറ്റുള്ളവരോട് പറയാൻ തക്കവണ്ണം യോഗ്യതയുള്ളതാണെന്ന് നിങ്ങൾക്ക് തന്നെ ഒരു തിരിച്ചറിവുണ്ട്. അങ്ങനെ കഥകൾ രൂപപ്പെട്ട് നിങ്ങളുടെ കഥകൾ ഈ ദേശത്ത് നിലനിന്ന് ഇനിയും ഒത്തിരി സ്ത്രീകൾക്ക് ഈ ഒരു ശുശ്രൂഷയിലേക്ക് വരുവാൻ തക്കവണ്ണം അത് എൻകറേജ്മെന്റ് ആകട്ടെ, പ്രചോദനമാകട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. നമ്മളുടെ കഥകൾ, ജീവിതത്തിന്റെ അനുഭവങ്ങൾ അതൊക്കെ ചേർത്ത് വെച്ച് അനേകർക്ക് സ്വാധീനം വരുത്തുവാൻ തക്കവണ്ണം നമ്മൾക്ക് ഈ മാർബിൾസിലൂടെ സാധിക്കട്ടെ. മാർബിൾസ് ഇതിനോടകം വലിയ പരസ്യങ്ങളൊന്നും ചെയ്തിട്ടില്ലാത്ത ഒരു പദ്ധതി. 4 വർഷമായി നമ്മുടെ സഭയിലെ അച്ഛന്മാർക്ക് അറിയില്ല എന്ന് സഭാ സെക്രട്ടറി പറഞ്ഞു. സത്യമാണ്. കാരണം ഇതിനെക്കുറിച്ച് നമ്മൾ പരസ്യപ്പെടുത്തുവാൻ ശ്രമിച്ചിട്ടില്ല. എന്നാൽ ഈ ബാച്ചിൽ നമുക്ക് 35 കുട്ടികൾ വന്നത് ഒറ്റ മാസത്തെ വാക്കുകൾ കൊണ്ട് മാത്രമുള്ളതായ പരസ്യപ്പെടുത്തലുണ്ട്. അതിൽ പ്രത്യേകിച്ച് മുൻകൈ എടുത്തത് ഈ വർഷത്തെ കോർഡിനേറ്ററിലേക്ക് റെനി കൊച്ചുമ്മയാണ്. ഒറ്റ വാക്കിൽ ഇത്രയും കൊച്ചുമ്മമാർ വരുവാൻ തക്കവണ്ണം അവരുടെ മനസ്സിൽ സ്വാധീനം ചെലുത്തുവാൻ അവരുടെ ഇടയിലുള്ളതായ മറ്റ് സംഭാഷണങ്ങൾ മുഖാന്തരമായി എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്.
എവിടെയൊക്കെയോ ഇതിനെക്കുറിച്ച് ചില സംസാരങ്ങൾ നടക്കുന്നുണ്ട്, ഇതിന്റെ പ്രയോജനത്തെക്കുറിച്ചും ഇതിന്റെ നന്മയെക്കുറിച്ചും. അപ്പോൾ അതിലേക്ക് ചേർന്ന് നിൽപ്പാൻ നിങ്ങളൊക്കെ മനസ്സിൽ കാണിച്ചതിൽ സന്തോഷം. ആരംഭത്തിലുള്ളതായ വലിയ തീഷ്ണത അന്ത്യം വരെ നിലനിർത്തുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ലൈറ്റ് ഈസ് ഇറ്റ്സ് ഓൺ അഡ്വർടൈസ്മെന്റ് എന്നൊരു വാക്ക്. ലൈറ്റ് ഈസ് ഇറ്റ്സ് ഓൺ അഡ്വർടൈസ്മെന്റ്. പ്രകാശം ഉണ്ടാകുമ്പോൾ അത് പ്രത്യേകിച്ച് കൊട്ടിഘോഷിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് ചുറ്റുപാടുകളില് പ്രകാശിപ്പിച്ചുകൊണ്ട് അതിന്റെ സാന്നിധ്യം സ്വയം വെളിപ്പെടുത്തും. മാർബിൾസ് അതുപോലെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ കോഴ്സിൽ അധ്യാവസാനം സംബന്ധിച്ചായിട്ട് പ്രാർത്ഥനാപൂർവ്വം ദൈവാത്മാവിന്റെ പ്രചോദനങ്ങൾക്കായി കാത്തിരുന്നാട്ട് അധ്യാപകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇതൊരു പ്രാർത്ഥന അനുഭവമായിട്ട് തന്നെ നമ്മുടെ ഇടയിൽ രൂപപ്പെടട്ടെ. ഈ സമർപ്പണത്തോടെ നമുക്ക് അധ്യാവസാനം പങ്കെടുക്കാം. ജനറൽ ഓറിയന്റേഷൻ ടു ദ കോഴ്സ് എന്ന് അടുത്ത വ്യാഴാഴ്ച നടക്കുന്നതായ ടോപ്പിക്കിനോടനുബന്ധിച്ച് വിശദമായി ഈ കോഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ നിങ്ങൾക്ക് വളരെ പ്രാഥമികമായ ചില അറിവുകൾ മാത്രം നൽകുവാനായിട്ടാണ് ഞാൻ ശ്രമിച്ചത്. നിങ്ങളുടെ എല്ലാവരുടെയും സമർപ്പണത്തിന് പ്രത്യേകം നന്ദി. അധ്യാപകരായിട്ട് ചേർന്ന് നിൽക്കുന്ന എല്ലാവർക്കും പ്രത്യേകമായിട്ടുള്ള ആശംസകൾ നേരുന്നു. ചുമതലാ സ്ഥാനത്ത് ഇരിക്കുന്നതായ ഉഷകൊച്ചുമെ അടക്കം, ഫെബികൊച്ചുമെ അടക്കം, ഡെയ്സി കൊച്ചുമെ അടക്കം ഉള്ളതായ എല്ലാവരും നിങ്ങളുടെ സഹകരണത്തിന് പ്രത്യേകം നന്ദി. ഈ കോഴ്സ് പൂർത്തിയാകുമ്പോഴേക്കും പുതിയൊരു ടീം ആയിരിക്കുമെന്ന് ഞങ്ങൾക്കറിയാം. എന്നാൽ നിങ്ങളുടെ സമർപ്പണപൂർണമായ സഹകരണത്തിനും നേതൃത്വത്തിനും ഏറെ നന്ദി. മാർബിൾസ് കടപ്പെട്ടിരിക്കുന്നു. ദൈവം ഈ പ്രസ്ഥാനത്തെ ഉത്തരോത്തരം അനുഗ്രഹങ്ങളിലേക്ക് നയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കും. താങ്ക് യു അച്ഛ. മാർബിൾസ് 2024-25 ബാച്ചിന് ആശംസകൾ അറിയിക്കുന്നതിനായി ഫെസിലിറ്റേറ്റർ റെപ്രസെന്റേറ്റീവ് ആയിരിക്കുന്ന മിസ് സൂസമ്മ ജോർജ് മാത്യു കൊച്ചമ്മയെ ക്ഷണിക്കുന്നു. കേൾക്കാമോ? കേൾക്കാൻ ബസ്കിയാമോസ് ഫെലോഷിപ്പിന്റെ പ്രസിഡന്റ് ഡോക്ടർ അന്നമ്മ തോമസ് കൊച്ചമ്മ, ഡെയ്സി കൊച്ചമ്മ, ഫെബി കൊച്ചമ്മ, ഇനാഗുറൽ അഡ്രസ് നടത്തിയ ബഹുമാനപ്പെട്ട എബി ടി മാമനച്ചൻ, കോഴ്സിന്റെ ഡയറക്ടർ ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട സുജിത് സാമാമച്ചൻ, മറ്റേ കൊച്ചമ്മമാരെ, പഠിതാക്കളെ, ഫെസിലിറ്റേറ്റേഴ്സ്, എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കട്ടെ. ദൈവകൃപയാൽ മാർബിൾസിന്റെ 3 ബാച്ചുകൾ അനുഗ്രഹകരമായിട്ട് നടക്കുവാൻ ദൈവം സഹായിച്ചു. 4ാമത്തെ ബാച്ചിലേക്ക് നാം വന്നിരിക്കുന്നു. ഇതിന്റെ പിന്നിൽ അധ്വാനിച്ച എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഇങ്ങനെ പാർട്ടിസിപ്പൻസിനെ നോക്കിയപ്പോൾ ഒരു ഇന്റർനാഷണൽ പാർട്ടിസിപ്പേഷൻ ഉള്ള ഒരു ക്ലാസ് ആണെന്ന് മനസ്സിലായി. ഇങ്ങനെ ഒരു കോഴ്സിന്റെ ആശയം മനസ്സിൽ വന്നപ്പോൾ അത് ആദ്യം തന്നെ പറഞ്ഞത് ജ്യോതി ആൻ കൊച്ചമ്മയോടും സുജിത് സാമാമച്ചനോടുമാണ്. അച്ഛൻ MTH പഠനം പൂർത്തിയാക്കിയത് ബസ്കിയാമ്മമാരുടെ ലൈഫിനെ കുറിച്ച് മെയിനായിട്ട് അച്ഛൻ പഠിച്ചതും തീസിസ് എഴുതിയതും. അപ്പൊ അതിനാൽ അച്ഛൻ വളരെ സന്തോഷത്തോടുകൂടി ഹെൽപ്പ് ചെയ്യാമെന്ന് സമ്മതിക്കുകയും അതനുസരിച്ച് ഒരു സിലബസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുകയും ചെയ്തു. അപ്പം അച്ഛൻ്റെയും ജ്യോതി കൊച്ചമ്മയുടെയും എഫേർട്ട് ഒരിക്കലും മറക്കാവുന്നതല്ല. അത് പ്രത്യേകം നന്ദിപൂർവ്വം ഈ സമയത്ത് ഓർക്കുന്നു. സുജിത് അച്ഛൻ പറഞ്ഞതുപോലെ അച്ഛന്മാർക്ക് 4 വർഷത്തെ കോഴ്സ് റിക്വയർമെന്റ് ഉണ്ട് അവരുടെ ഫോർമേഷൻ. എന്നാൽ ഒരു കൊച്ചമ്മയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു റിക്വയർഡ് ക്വാളിഫിക്കേഷൻ ഒന്നും തന്നെ നിർദ്ദേശിച്ചിട്ടില്ല. അപ്പോ അങ്ങനെയാണ് ഒരാൾ കൊച്ചമ്മയാകുന്നത്. പിന്നീട് ലഭിക്കുന്ന അറിവുകളും നേരത്തെ അച്ഛൻ പറഞ്ഞ പോലെ സൺഡേ സ്കൂളിലും മറ്റ് കൂടുതൽ ലഭിച്ചായിട്ടുള്ള അറിവുകളുടെ വെളിച്ചത്തിൽ ഉഷകൊച്ചമ്മ പറഞ്ഞ പോലെ നമ്മുടെ ശുശ്രൂഷകൾക്ക് മാറ്റുകൂട്ടുവാൻ നമ്മൾ ദിനംതോറും ഷാർപ്പൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അച്ഛന്മാർക്കൊക്കെ ഒരു റിഫ്രഷർ കോഴ്സ് എല്ലാ വർഷവും നടത്താറുണ്ട്. എന്ന് പറയുന്നത് പോലെ നമ്മുടെ ശുശ്രൂഷകളെ കൂടുതൽ മാറ്റുള്ളതാക്കി തീർക്കുവാൻ ഈ ഒരു കോഴ്സ് പ്രയോജനകരമായി തീരും എന്നതിന് സംശയമില്ല. ഇത് പ്രാവർത്തികമാക്കുവാനായിട്ട് സഹായിച്ചത് അല്ലെങ്കിൽ ഇതിന് ക്ലാസ്സുകൾ എടുത്തത്
കൂടുതലും നമ്മുടെ കൊച്ചമ്മമാർ തന്നെയാണ്. പ്രതിഫലേച്ഛയൊന്നും കൂടാതെ തന്നെ അത് ചെയ്തു എന്നുള്ളത് വളരെയധികം സന്തോഷത്തോടുകൂടി നന്ദിയോടുകൂടെ ഓർക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ മാർബിൾസിന്റെ കോർഡിനേറ്റേഴ്സ് ആയിരുന്ന ഞാൻ പറഞ്ഞത് ജ്യോതിയ നെബിൻ കൊച്ചമ്മയാണ് ആദ്യം അത് ചെയ്തത്. പിന്നീട് ബിൻസി കൊച്ചമ്മയും ഇപ്പോൾ ലിറ്റി റെനി കൊച്ചമ്മയും അത് ഭംഗിയായിട്ട് ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നു എന്നുള്ളത് സന്തോഷത്തോടുകൂടെ ഓർക്കുന്നു. ഇവരൊക്കെ കൊച്ചു കുഞ്ഞുങ്ങളുള്ളവരെ കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ ഈ കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങളുമായിട്ടുള്ളവരാണ്. അപ്പൊ അവരുടെ തിരക്കിന്റെ മധ്യത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്. ആത്മാർത്ഥതയോടുകൂടി അത് പ്രയോജനകരമായി തീരുകയും ചെയ്തു. അപ്പോൾ ബസ്ക്യാമോസ് ഫെലോഷിപ്പിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ കൊച്ചമ്മമാർക്ക് വേണ്ടി ഒരു ത്യാഗം അവർ സഹിക്കുക എന്ന് ഞാൻ പറയും. അത് സന്തോഷത്തോടുകൂടി ചെയ്തത് നന്ദിയോടുകൂടി ഓർക്കുന്നു, അഭിനന്ദിക്കുന്നു. എല്ലാ ക്ലാസ്സുകളും ഒരുപോലെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഇൻട്രസ്റ്റിംഗ് മീൻസ് എല്ലാം ഒരുപോലെ എല്ലാവർക്കും എൻജോയ് ചെയ്യണമെന്നില്ല. എന്നാൽ എല്ലാ ക്ലാസ്സുകളും നമുക്ക് നമ്മുടെ ശുശ്രൂഷയ്ക്ക് നാം ആയിരിക്കുന്ന നമ്മുടെ സ്വത്വബോധം, നാം ശുശ്രൂഷ ചെയ്യുന്ന സഭ എന്താണ്, നമ്മുടെ ദൈവവചനം, എല്ലാവരും തിയോളജിക്കൽ എഡ്യൂക്കേഷൻ ഒന്നും കഴിഞ്ഞവരല്ലല്ലോ. അപ്പോൾ ദൈവവചനത്തിന്റെ ഒരു ഔട്ട്ലൈൻ ഒക്കെ ലഭിക്കുന്നതിന് നമുക്ക് ഈ ക്ലാസ്സുകൾ ഏറ്റവും പ്രയോജനകരമായി. അച്ഛൻ പറഞ്ഞ പോലെ ഐഡിയൽ ആയിട്ടുള്ള ഒരു കൊച്ചമ്മ എങ്ങനെ വാർത്തെടുക്കുക എന്നുള്ളതല്ല, നമ്മുടെ ശുശ്രൂഷകൾ സമൂഹത്തിനും നാം പ്രവർത്തിക്കുന്ന സ്ഥാനങ്ങളിലും ഒക്കെ ഏറ്റവും പ്രയോജനകരമായി തീരുക എന്നുള്ളതാണ് ഇതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൊണ്ട് നമ്മുടെ കൂട്ടായ ചർച്ചകൾ ഓരോ ക്ലാസ് കഴിയുമ്പോഴും അരമണിക്കൂർ നമുക്ക് ചർച്ചയ്ക്ക് സമയമുണ്ട്. അപ്പൊ നമ്മുടെ കൂട്ടായ ചർച്ചകൾ നമ്മെ പരസ്പരം ബലപ്പെടുത്തുന്നതാണ്, നമുക്ക് കൂടുതൽ അറിവ് പകരുന്നതാണ്. അപ്പൊ അങ്ങനെ ഈ കോഴ്സ് ഏറ്റവും അനുഗ്രഹകരമായി തീരട്ടെ. നമ്മുടെ ശുശ്രൂഷയിൽ കൂടുതൽ സമർപ്പണത്തോടുകൂടെ മുന്നേറുവാൻ ഈ കോഴ്സ് സഹായകരമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളും നേരുന്നു. എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിൽ വളരെയധികം സന്തോഷം, നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. താങ്ക് യു. താങ്ക് യു കൊച്ചമ്മ. അടുത്തതായി ആശംസകൾ അറിയിക്കുന്നതിനായി 3ാം ബാച്ചിലെ പാർട്ടിസിപ്പന്റ് അലൂമിന റെപ്രസെന്റേറ്റീവ് മിസ് ആൻസി ബാബു കൊച്ചമ്മയെ ക്ഷണിക്കുന്നു. കൊച്ചമ്മ കേൾക്കാമോ? കേൾക്കാം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട എബി അച്ഛൻ, സുജിത് അച്ഛൻ, മറ്റൊന്ന് ബെസ്ക്യാമോസ് ഓഫീസ് ബെയറേഴ്സ് ആയിരിക്കുന്ന കൊച്ചമ്മമാർ, മാർബിൾസ് കോർഡിനേറ്റർ കൊച്ചമ്മ, ഫെലിസിറ്റേറ്റേഴ്സ് ആയിരിക്കുന്ന അച്ഛന്മാർ, കൊച്ചമ്മമാരെ, പാർട്ടിസിപ്പൻസ് എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. മാർബിൾസിന്റെ പുതിയ ബാച്ച് ഇനാഗുറേഷനിലേക്ക് കഴിഞ്ഞ ബാച്ചിനെ പ്രതിനിധീകരിച്ച് ആശംസകൾ അറിയിക്കുവാൻ ലഭിച്ച അവസരത്തിന് നന്ദി പറഞ്ഞുകൊള്ളുന്നു. നമ്മളൊക്കെ വിവിധ സാഹചര്യങ്ങളിൽ നിന്നും വളർന്നു വന്ന നമ്മളെ ദൈവം സഭയുടെ ശുശ്രൂഷയിലേക്ക് തിരഞ്ഞെടുത്ത ഒരു വലിയ നിയോഗമാകുന്നുവല്ലോ ബെസ്ക്യാമോ എന്നുള്ളത്. ഈ നിയോഗ വഴിയിൽ ചിലപ്പോൾ തുടക്കക്കാരുണ്ടാവും, നല്ല എക്സ്പീരിയൻസ് ഉള്ള കൊച്ചുമാർ കാണും. ഈ മിനിസ്ട്രിയിൽ പല കൺഫ്യൂഷനായി നിൽക്കുന്ന കൊച്ചുമാർ കാണും. ഇവരെ ഒക്കെ ഒരുപോലെ എൻറിച്ച് ചെയ്യുന്ന, ഒരുപോലെ അവർക്കൊക്കെ ഒരു പ്രചോദനം നൽകുന്ന ഒരു ഇന്റർമീഡിയറ്റ് ലെവൽ ട്രെയിനിങ് ആകുന്നു മാർബിൾസ് എന്നുള്ളത്. കഴിഞ്ഞ ബാച്ചിലൂടെ ഞങ്ങൾക്ക് അങ്ങനെയാണ് അനുഭവപ്പെട്ടത്. തിയോളജിയിലെ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു, ലിറ്ററേച്ചർ, ചർച്ച് ഹിസ്റ്ററി, ഡോക്ട്രിൻസ്, ബെസ്ക്യാമോയുടെ റോളുകള്, ബൈബിളിലെ ബെസ്ക്യാമോസ് നെ പറ്റിയ ഒരു പഠനം, അതുപോലെ തന്നെ ഈ ശുശ്രൂഷയിൽ പൊതുവായി നേരിടുന്ന വെല്ലുവിളികള്, അതിനുള്ള പ്രാക്ടിക്കൽ സെഷൻസ് മാർബിൾസ് കരിക്കുലത്തിൽ ഞങ്ങൾക്ക് ലഭിച്ചു. അതിന് ഏറ്റവും ഓരോ ടോപ്പിക്സിനും അനുയോജ്യരായ റിസോഴ്സ് പേഴ്സൺസും ഓരോ സെഷനു ശേഷം നമ്മളുടെ അഭിപ്രായങ്ങളും നമ്മുടെ സംശയങ്ങളും പങ്കുവെക്കുവാനുള്ള ഒരു ചർച്ചാവേദിയും മാർബിൾസിൽ ഉണ്ടായിരുന്നു. അത് മാർബിൾസിനെ അതിന്റെ ഒരു പ്രത്യേകതകളാണ്.
സഭാ ശുശ്രൂഷയിൽ ഒരു വൈദികന്റെ ഭാര്യ എന്ന നിലയിൽ എന്താണ് നമ്മുടെ റോൾ എന്നും നമ്മുടെ കുടുംബജീവിതത്തിൽ ചിലപ്പോൾ നേരിടുന്ന ചില കൺഫ്യൂഷൻസ് കാണും. അത് ചിലപ്പോൾ പേരന്റിങ്ങിനെ പറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആയിരിക്കാം. ജോലി ചെയ്യുന്ന കൊച്ചുമാരാണെങ്കിൽ ഈ ജോലിയും മിനിസ്ട്രിയും തമ്മിൽ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ബാലൻസിങ്ങിന് വേണ്ടിയിട്ടായിരിക്കാം. അല്ലെങ്കിൽ നമ്മൾ ശുശ്രൂഷ ചെയ്യുന്ന മേഖലയിൽ നമ്മളോട് ചോദിക്കുന്ന ചില കൊച്ചുമണിക്ക് അറിയായിരിക്കും എന്ന് പറഞ്ഞ് ചോദിക്കുന്ന ചില സംശയങ്ങളൊക്കെ ആയിരിക്കാം. പക്ഷെ അതിനൊക്കെ ഉള്ള ഒരു കംപ്ലീറ്റ് സൊല്യൂഷൻ അല്ല മാർബിൾസ്. പക്ഷെ ഈ വിഷയങ്ങളിൽ നമ്മൾക്ക് ഒരു ബേസ് തരികയും നമ്മളുടെ താല്പര്യം അനുസരിച്ച് നമുക്ക് പഠിക്കാൻ, അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു സെൽഫ് ലേൺ ചെയ്യാൻ ഒരു അവസരം, മോട്ടിവേഷൻ ആണ് മാർബിൾസിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഈ മാർബിൾസ് കോഴ്സിലൂടെ ദൈവം ഈ 35 കൊച്ചുമാരെ അതിനെ പ്രയോജനപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. തങ്ങളുടെ ശുശ്രൂഷയിൽ തളരാതെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുവാൻ ദൈവം ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ അവസരം തന്നതിനായി നന്ദി പറയുന്നു. ഞങ്ങളെയും പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു. താങ്ക് യു കൊച്ചമ്മ. ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് ഈ കോഴ്സിലേക്ക് ഒന്ന് പോയി വരാം. വീഡിയോ പ്രസന്റേഷനാണ്.
ഓക്കെ, താങ്ക് യു. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ കോഴ്സ് എന്താണെന്നും നമ്മുടെ അധ്യാപകർ ആരാണെന്നും നമ്മുടെ കൂടെ സഹപാഠികൾ ആരൊക്കെയാണെന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ഏവർക്കും കൃതജ്ഞത രേഖപ്പെടുത്തുന്നതിനായി ഈ കോഴ്സിന്റെ കോർഡിനേറ്റർ ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട ലിറ്റി റെനി കൊച്ചമ്മയെ ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഈ യോഗത്തിന്റെ അധ്യക്ഷയും മാർത്തോമ ബെസ്ക്യാമോസ് ഫെലോഷിപ്പ് പ്രസിഡന്റുമായിരിക്കുന്ന ഉഷ കൊച്ചമ്മ, ഈ യോഗത്തിന്റെ ചീഫ് ഗസ്റ്റായി ക്ഷണം സ്വീകരിച്ച് നമ്മുടെ മധ്യത്തിലായിരിക്കുന്ന സഭാ സെക്രട്ടറി എബി ടി മാമനച്ചൻ, കോഴ്സ് ഡയറക്ടർ സുജിത് സാം മാമനച്ചൻ, ഫെസിലിറ്റേറ്റേഴ്സായി പ്രവർത്തിക്കുന്ന കൊച്ചുമ്മമാർ, എബ്രഹാം പി ഉമ്മൻ അച്ഛൻ, പഠിതാക്കളായി 35 പേർ ഈ പ്രാവശ്യം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. എല്ലാ കൊച്ചുമ്മമാരെയും, കോർ കമ്മിറ്റി അംഗങ്ങൾ, മറ്റ് എല്ലാവരുടെയും ഈ യോഗ ദൈവനാമത്തിൽ എന്റെ സ്നേഹവന്ദനം അറിയിച്ചുകൊള്ളുന്നു. ദൈവത്തിന് 1000 സ്തുതി സ്തോത്രങ്ങളോടെ ഇതാ മാർബിൾസ് 24 തിരിതെളിഞ്ഞിരിക്കുന്നു. ഇന്ന് ഈ യോഗത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് ഈ യോഗത്തിൽ കടന്നു വന്ന ഏവർക്കും നന്ദി അർപ്പിക്കുക എന്നുള്ളതാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം. ആദ്യമായി ഈ യോഗത്തിന്റെ അധ്യക്ഷയും മാർത്തോമ ബെസ്ക്യാമോസ് ഫെലോഷിപ്പ് പ്രസിഡന്റുമായിരിക്കുന്ന ഉഷ കൊച്ചമ്മയോടുള്ള നന്ദിയും സ്നേഹവും മാർത്തോമ ബെസ്ക്യാമോസ് ഫെലോഷിപ്പിന്റെ നാമത്തിലും മാർബിൾസ് 24 പേരിലും അറിയിച്ചുകൊള്ളുന്നു. കൊച്ചമ്മ നമ്മളോട് പ്രബോധിപ്പിച്ചതുപോലെ മാർബിൾസിന്റെ ശക്തിയോടെ ഓരോ കൊച്ചുമ്മമാരും ഈ മാർബിൾസിലൂടെ എൻറിച്ച്ഡ് ആവാൻ ഏവർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊച്ചുമ്മയോടുള്ള അകമഴിഞ്ഞ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊള്ളുന്നു. അടുത്തതായി ഈ യോഗത്തിന്റെ ചീഫ് ഗസ്റ്റായി നമ്മുടെ ക്ഷണം സ്വീകരിച്ചു കടന്നു വന്ന ബഹുമാനപ്പെട്ട എബി ടി മാമനച്ചനാണ്. മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ സെക്രട്ടറിയായി ഈ കാലങ്ങളിൽ സേവനമനുഷ്ഠിക്കുന്ന എബി ടി മാമനച്ചനോടുള്ള അകമഴിഞ്ഞ സ്നേഹവും കടപ്പാടും ഈ സമയം അറിയിച്ചുകൊള്ളുന്നു. അച്ഛൻ പ്രബോധിപ്പിച്ചതുപോലെ ഓരോ ബെസ്ക്യാമോമാരും ഈ സഭയിൽ എൻറിച്ച്ഡ് ആവാൻ, മാർബിൾസിലൂടെ എൻറിച്ച്ഡ് ആയി ഈ സഭയിൽ പ്രക്ഷോഭിപ്പാൻ എല്ലാ കൊച്ചുമ്മമാർക്കും ഈ മാർബിൾസിലൂടെ ഇടയാകട്ടെ എന്ന് അച്ഛൻ സൂചിപ്പിച്ചു. അപ്രകാരം ഓരോരുത്തർക്കുമായി തീരുവാൻ ദൈവം സഹായിക്കട്ടെ. ഈ മാർബിൾസ് എന്ന കോഴ്സിന്റെ പ്രധാന അമരക്കാരൻ സുജിത് സാം മാമനച്ചനാണ്. അച്ഛന്റെ ആശയങ്ങളും അച്ഛന്റെ തീരുമാനങ്ങൾ ഏറ്റവും നന്ദിയോടെ സ്നേഹത്തോടെ ഈ സമയം ഓർക്കുന്നു. അച്ഛന്റെ ഓരോ ഉപദേശങ്ങളും ഓരോ കൈത്താങ്ങലുകളും ഈ സമയം ഏറ്റവും മാർബിൾസിൽ വിലയേറിയതാണ്. അച്ഛനോടുള്ള അകമഴിഞ്ഞ നന്ദിയും സ്നേഹവും കടപ്പാടും ഈ യോഗത്തിൽ കടന്നു വന്നതിനുള്ള നന്ദി സ്നേഹവും അറിയിച്ചുകൊള്ളുന്നു. ഈ മാർബിൾസ് 24 19 ഫെസിലിറ്റേറ്റേഴ്സിനോടുള്ള നന്ദി ഈ സമയം അറിയിക്കുന്നു. നമ്മുടെ 19 ഫെസിലിറ്റേറ്റേഴ്സ് ആണല്ലോ ഈ ബാച്ചിൽ നമുക്കുള്ളത്. എല്ലാവരോടുമുള്ള സ്നേഹവും നന്ദിയും ഈ സമയം അറിയിച്ചുകൊള്ളുന്നു. ഈ പ്രാവശ്യം എൻറോൾ ചെയ്തിരിക്കുന്നത് 35 പാർട്ടിസിപ്പൻസ് ആണ്. ഈ 35 പാർട്ടിസിപ്പൻസ് കൊച്ചുമ്മമാരോടുമുള്ള നന്ദി സ്നേഹവും അറിയിച്ചുകൊള്ളുന്നു. ഈ മാർബിൾസ് 24 എല്ലാ കൈത്താങ്ങലും നൽകുന്നത് മാർബിൾസിന്റെ കോർ കമ്മിറ്റി അംഗങ്ങളായിരിക്കുന്ന ഓഫീസ് ബെയറേഴ്സും ജ്യോതി നബീൻ കൊച്ചമ്മയും ഷെറിൻ സുജിത് കൊച്ചമ്മയുമാണ്. ഇവരോടുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. നമുക്ക് ഇപ്രകാരം സൂം പ്ലാറ്റ്ഫോം ഒരുക്കി തന്ന ദുബൈയിലുള്ള ബിജു സാം സാറിനോടുള്ള നന്ദി അറിയിക്കുന്നു. ഇന്ന് നമുക്ക് ഏവർക്കും മാർബിൾസിനെ പറ്റി കൂടുതൽ അടുത്തറിയുവാൻ നമുക്ക് സഹായകരമായത് ജോൺ സി റിജോയ് കൊച്ചമ്മ പ്രിപ്പയർ ചെയ്ത വീഡിയോയിലൂടെയാണ്.
കുറച്ച് സമയം, ചെറിയൊരു സമയം കൊണ്ടാണ് കൊച്ചമ്മ ഇത്രയും നല്ല മനോഹരമായി അർത്ഥവത്തായ ഒരു വീഡിയോ നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. കൊച്ചമ്മയോടുള്ള അകമഴിഞ്ഞ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊള്ളുന്നു. എടുത്തു പറയേണ്ട 3 വ്യക്തിത്വങ്ങളാണ് ഒരു പ്രാവശ്യം കൂടെ ഓഫീസ് ബെയറേഴ്സ് ആയിരിക്കുന്ന ഉഷ കൊച്ചമ്മ, ഫെബി കൊച്ചമ്മ, ഡെയ്സി കൊച്ചമ്മ. മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഈ 3 ബാച്ചിന്റെയും ഒരു നെടുന്തൂണായിരിക്കുന്നത് ഈ ഓഫീസ് മാർത്തോമ ബെസ്ക്യാമോസ് ഫെലോഷിപ്പിന്റെ ഓഫീസ് ബെയറേഴ്സ് ആണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇവർ 3 പേരും തന്ന കൈത്താങ്ങുകൾ അകമഴിഞ്ഞതാണ്. ഏറ്റവും സ്നേഹപൂർവ്വം സുജിത്തച്ഛൻ സൂചിപ്പിച്ചതുപോലെ ദൈവം സഹായിച്ചാൽ ഈ മാർബിൾസിന്റെ വാലറ്ററി ഫംഗ്ഷൻ വരുമ്പോൾ പുതിയൊരു ടീമായിരിക്കും നമ്മുടെ മുൻപിലായിരിക്കുന്നത്. എന്നാൽ ഈ 3 പേരെയും ഒരിക്കലും മറക്കാൻ പറ്റുകയില്ല. അവർ തന്ന എല്ലാ സഹായങ്ങളും നന്ദിയോടെ ഈ സമയം ഓർക്കുന്നു. ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ ഈ 35 കൊച്ചമ്മമാരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ലോകത്തിന്റെ വിവിധ ഇടങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ മുമ്പേ കൊച്ചമ്മ സൂചിപ്പിച്ചതുപോലെ ഒരു ഇന്റർനാഷണൽ കോഴ്സ് ആയിരിക്കും മാർബിൾസ് നമ്മുടെ മുന്നിൽ. എല്ലാവരും ഏറ്റവും തീഷ്ണതയോടെ പ്രാർത്ഥനയോടെ ഒരുങ്ങുവാൻ ഏവർക്കും ഇടയാകട്ടെ. ഈ മാർബിൾസിലൂടെ ഓരോ കൊച്ചമ്മമാരും കർത്താവിന്റെ ശുശ്രൂഷയിൽ കൂടുതൽ പ്രശോഭിപ്പാൻ, ഇതിലൂടെ അനേകർക്ക് വെളിച്ചമാകുവാൻ ഓരോ കൊച്ചമ്മമാരെയും എടുത്ത് ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു. ഇപ്രകാരം ഒരു മാർബിൾസ് എന്ന കോഴ്സിലൂടെ അനേകർക്ക് വെളിച്ചമാകുവാൻ കഴിഞ്ഞ കാലങ്ങളിൽ വെളിച്ചമായ കൊച്ചമ്മമാർ ഏവർക്കും പ്രചോദനം ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. ഇനി വരുന്ന 6 മാസക്കാലം പഠനത്തിന്റെ പുതിയ വഴികൾ തുറന്നു തരുവാൻ മാർബിൾസിൽ സഹായിക്കട്ടെ. അതിന് ഏവർക്കും ദൈവം ആയുസ്സും ആരോഗ്യവും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മാർബിൾസിന് വേണ്ടി അക്ഷീണം പരിശ്രമിക്കുന്ന കോർഡിനേറ്റർ ലിറ്റി റെനി കൊച്ചമ്മയ്ക്ക് മാർത്തോമ ബസ്കിയമോസ് ഫെലോഷിപ്പിന്റെ പേരിലുള്ള കൃതജ്ഞത അറിയിച്ചുകൊള്ളുന്നു. നമ്മുടെ മീറ്റിംഗ് അതിന്റെ സമാപനത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നിട്ട വഴികളിൽ നടത്തിയ ദൈവകൃപയെ ഓർക്കാം. ഒന്നും നേട്ടമല്ല, എല്ലാം ദൈവീക ദാനമാണെന്നുള്ള വിശ്വാസത്തിൽ ജീവിക്കാം. ഈ കഴിഞ്ഞ നാളുകളിൽ മാർത്തോമ ബസ്കിയമോസ് ഫെലോഷിപ്പിന് നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട ഡോക്ടർ അന്നമ്മ തോമസ് കൊച്ചമ്മ, ഫെബി എലിസബത്ത് മാത്യൂസ് കൊച്ചമ്മ, ഡെയ്സി എബ്രഹാം കൊച്ചമ്മ, പ്രിയപ്പെട്ട കൊച്ചമ്മമാർക്ക് മുന്നോട്ടുള്ള വഴിയിൽ സർവശക്തന്റെ കൃപയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഈ മീറ്റിംഗിൽ പങ്കെടുത്ത എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. സമാപന പ്രാർത്ഥനയ്ക്കായി ഈ ബാച്ച് മുതൽ ഫെസിലിറ്റേറ്ററായി പ്രവർത്തനം ആരംഭിക്കുന്ന മിസ് ആശ വർഗീസ് കൊച്ചമ്മയെയും ശേഷം ആശീർവാദത്തിനായി എബ്രഹാം പി ഉമ്മനച്ചനെയും ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഹലോ, കേൾക്കാമോ കൊച്ചമ്മേ? പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസത്തിന്റെ വൈകിയ സമയത്തിനായി നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. മാർത്തോമ ബസ്കിയമോസ് ഫെലോഷിപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന മാർബിൾസിന്റെ 4ാമത്തെ കോഴ്സിലേക്ക് കർത്താവെ, കോഴ്സിന്റെ ഉദ്ഘാടനമായി പ്രകാരം കൂടി വരുവാൻ ഇന്ന് ഈ വൈകിയ സമയത്ത് ഞങ്ങളെ സഹായിച്ചതിനായി നിന്നെ സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്ന കർത്താവെ. കഴിഞ്ഞ 3 ബാച്ചിലും കർത്താവെ അവിടുന്ന് കൂടെ ഇരുന്നു, അവിടുന്ന് വ്യാപരിച്ച വലിയ ദൈവകൃപയ്ക്കായി സ്തോത്രം. ആ കോഴ്സുകളിലൂടെ ഒക്കെ കർത്താവെ പഠനം കഴിഞ്ഞ് പുറത്തിറങ്ങി ഞങ്ങളെ കൊച്ചുമ്മമാരെ ഒക്കെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ ശുശ്രൂഷ രംഗങ്ങളിൽ അവിടെ അനുഗ്രഹമായി ശുശ്രൂഷ ചെയ്യുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ പുതിയ ബാച്ചിൽ കർത്താവെ പുതുതായി ചേർന്നിരിക്കുന്ന എല്ലാ കൊച്ചമ്മമാരെയും തിരുസന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ ക്ലാസ്സിലും ക്രമമായി പങ്കെടുക്കുവാൻ എല്ലാവർക്കും ആവശ്യമായ ശാരീരിക സൗഖ്യവും ബലവും അവിടുന്ന് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നീണ്ട കാലത്തെ പരിശ്രമത്തിനും കർത്താവെ പരിശീലനത്തിനും പഠനത്തിനും ഒക്കെ ശേഷം ആയുസ് മുഴുവൻ ദൈവത്തെ സേവിക്കാനായിട്ട് കർത്താവ് ഇറങ്ങിത്തിരിച്ച പുരോഹിതന്മാരുടെ ഭാര്യമാരായി നീ ഞങ്ങളെ ഓരോരുത്തരെയും തെരഞ്ഞെടുത്തിരിക്കുന്ന ഓർത്ത് നന്ദിയോടെ സ്തോത്രം കർത്താവെ.
ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾക്ക് അനുസൃതമായി പദവിക്കനുസരിച്ചുള്ള ഉത്തരവാദിത്തങ്ങൾ ഞങ്ങൾ ഉണ്ട് എന്നുള്ള വലിയ ബോധം ഈ നാളുകൾ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഈ കോഴ്സിലൂടെ കർത്താവെ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, മാറി വരുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് കർത്താവെ, വലിയ വെല്ലുവിളികളാണ് ഞങ്ങളുടെ മുമ്പിൽ ഉള്ളത് എങ്കിൽ ആ വെല്ലുവിളികളൊക്കെയും പദ്ധതികളാക്കി രൂപാന്തരപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ ഓരോ കൊച്ചുമ്മമാരെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദൈവമേ മാർത്തോമാ ബസ്കിയാമോസ് ഫെലോഷിപ്പിന്റെ ചുമതലക്കാരെ നിന്റെ സന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക കർത്താവെ. ഈ നാളുകളിൽ പ്രവർത്തിച്ച ഉഷ കൊച്ചമ്മയും ഫെബി കൊച്ചമ്മയും ഡേസി കൊച്ചമ്മയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എന്റെ മക്കളുടെ വലിയ നേതൃത്വം കർത്താവെ ഫെലോഷിപ്പിന്റെ പുരോഗമനത്തിന് മുഖാന്തരമായതുപോലെ കർത്താവെ അനേകർക്ക് അത് സഹായമായി തീർന്നുകൊണ്ടിരിക്കുന്നു. സ്തോത്രം ചെയ്യുന്ന കർത്താവെ, അവരെ 3 പേരെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാർബിൾസിന്റെ ഡയറക്ടറായിട്ട് പ്രവർത്തിക്കുന്ന സുജിത് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിന്റെ മകന്റെ പഠനം കർത്താവെ അനേകർക്ക് അത് പ്രയോജനമായി തീർന്നുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, കൊടുത്തിരിക്കുന്ന കാഴ്ചപ്പാടുകൾക്കായി സ്തോത്രം ചെയ്യുന്നു. പുതിയ ബാച്ച് ഏറ്റവും അനുഗ്രഹമായ രീതിയിൽ നടത്തുവാൻ തക്കവണ്ണം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ കൺവീനറായി പ്രവർത്തിക്കുന്ന ലിറ്റി കൊച്ചുമ്മയ്ക്കായി പ്രാർത്ഥിക്കുന്നു. നിന്റെ മകളെ നീ ബലപ്പെടുത്തണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഫെസിലിറ്റേറ്റേഴ്സ് ആയിട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരെയും കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ, ഓരോരുത്തരുടെയും ക്ലാസ്സുകൾ അനുഗ്രഹപ്രദമായി തീരുവാൻ സഹായിക്കണമേ. ദൈവകൃപയോടെ കർത്താവെ ഓരോരുത്തരും ക്ലാസ്സുകൾ നയിപ്പാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ മീറ്റിംഗിൽ ആദ്യോടന്തം നിന്റെ കൃപ വ്യാപരിച്ചതിനായ സ്തോത്രം. ഞങ്ങൾക്ക് വേണ്ടി കർത്താവെ ഈ കോഴ്സ് ഉദ്ഘാടനം ചെയ്തു തന്ന ABHന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്റെ മകന്റെ ശുശ്രൂഷകള് സഭയ്ക്കും സമൂഹത്തിനും അനുഗ്രഹമായി തീർന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ, തുറന്ന് നിന്റെ സാന്നിധ്യത്തിന്റെ മറവിൽ ഞങ്ങളെ മറയ്ക്കണമേ. നാദിയോടന്ത അവിടുത്തെ കൃപ വ്യാപരിച്ചല്ലോ. ഇന്നത്തെ പ്രോഗ്രാമിലൊക്കെ അവരവരെ കൊണ്ടാവുന്ന പോലെ സഹായങ്ങൾ ചെയ്ത് എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കോഴ്സ് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ, പുതിയ ബാച്ച് ഏറ്റവും അനുഗ്രഹമായി നടത്തപ്പെടുവാൻ സഹായിക്കണമേ. എല്ലാവർക്കും ശാരീരികമായ സൗഖ്യവും ആരോഗ്യവും കൊടുക്കണമേ. എല്ലാ നന്മകളാലും ഞങ്ങളെ നിറയ്ക്കണമേ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. കർത്താവിന്റെ കൃപ, അനുഗ്രഹങ്ങൾ, പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ എല്ലാവരോടും കൂടെ ഇരിക്കുകയും നമ്മൾ ഇന്ന് ആരംഭിക്കുന്നതായ 4ാമത്തെ ബാച്ച് മാർബിൾസ് ഏറ്റവും അനുഗ്രഹീതമായി മുന്നോട്ട് പോകുവാനും പൂർത്തീകരിക്കാനും ദൈവത്തിന്റെ കൃപകൾ നമ്മെ സഹായിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. പങ്കെടുത്ത അച്ഛന്മാർ, കൊച്ചമ്മമാർ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. ശുഭരാത്രി.